മേടിച്ചോ മേടിച്ചോ, കൈ നീട്ടി മേടിച്ചോ. അതിശയം ചെയ്തിടും നമുക്ക്. കുഞ്ഞുങ്ങൾ ചേർന്ന് പറ, ഓഹോ ഹോ. രക്തം ജയം, യേശുവിൻ രക്തം ജയം. കാരുണ്യദേവ പറ, യേശുവിൻ. ഒരിക്കൽ കൂടി ചേർന്ന് പറ, ദേവനുടെ ജയം. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചേർന്ന് എണ്ണിയാൽ. നൃത്തത്തോടെ പറയാമോ കുഞ്ഞുങ്ങളെ? തുള്ളിച്ചാടി എന്ന് പറഞ്ഞേ തീരുകയാ. നീ യേശുവേ, നീ യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നീ യേശുവേ, നീ യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ മേലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ മേലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ. നിർത്തിയിടും ദയയാ, ദയയാ, നിത്യ ദയയാ. ഇനി ഇരുന്നേ, ഇച്ചിരി കാര്യം ഒന്ന് കേൾക്കാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാം റെഡി ആയിട്ടിരുന്നു. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്ത് മുഖത്ത് നോക്കി പറ, ഇന്ന് ചിലത് പ്രാപിച്ചെന്റെ പോകത്തുള്ളൂ. പറഞ്ഞു 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 ഇന്ന് ചിലത് പ്രാപിച്ചെന്റെ പോകത്തുള്ളൂ. സ്തോത്രം. ഇന്ന് ആരും കൈതൊടാതെ, ഇവിടെ ഇരിക്കുന്ന ഒരു അഭിഷിക്തന്മാരും കൈതൊടാതെ നിന്റെ മേലൊരു കരം ഇന്ന് പകൽ വെളിപ്പെട്ട് വരും. ആമേൻ. കൈ തൊടാതെ ഒരു പാറക്കല്ല്, ഒരു കല്ല് പുറപ്പെട്ടു വന്നതുപോലെ ഒരു കല്ല് നിനക്ക് വേണ്ടി ഇന്ന് പകൽ പുറപ്പെടും. ഏതോ ഒരു പാറയല്ല, അവൻ എവിടെന്നെങ്കിലും വന്നൊരു പാറയല്ല. എല്ലാവരും തള്ളിക്കളഞ്ഞ കല്ല്, മൂലക്കല്ലായി തീർന്ന ക്രിസ്തുവേശു എന്ന പാറ നിന്നെ ഇന്ന് പകൽ തൊടാൻ പോകുകയാണ്. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഇന്നലെ വരെ നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറക്കെതിരെ, നിന്റെ ആമൻ നന്മയ്ക്കെതിരെ, നിന്റെ അവകാശത്തിനെതിരെ ശത്രു വ്യാപരിച്ച ചില കെടുതികൾ ഇന്ന് പകൽ കല്ല് തകർക്കാൻ പോകുക. ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ആശീർവാദം പറയുന്നതിന് മുമ്പ്, എന്റെ പകലാണെന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ പിടിക്കേണ്ടവർ പിടിച്ചേക്കണം. ആര് കൈവെക്കാൻ നിൽക്കരുത്. ഒരു കല്ല് പറഞ്ഞു വരുന്നുണ്ട്, ഒരു കല്ല് വരുന്നുണ്ട്. അത് സാധാരണ കല്ലല്ല, അത് സാധാരണ കല്ല. യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവാണ് ആ പാറ. ഇന്ന് നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന ചിലതിനെ തകർത്തു മാറ്റാൻ പോകുന്നു. അന്യ ഭാഷ ഇന്ന് പകൽ കർത്താവിനോട് പറയുന്നു, ചില നുഖങ്ങൾ ഇന്ന് പകൽ അഴിയാൻ പോകുക. കാണത്തക്ക രീതിയിൽ, അനുഭവിക്കത്തക്ക രീതിയിൽ ചില നുഖങ്ങൾ ഇന്ന് പകൽ പൊട്ടുന്നത് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. നിന്റെ പകലാകുഞ്ഞേ 20ാമത്തെ ദിവസം, കഴിഞ്ഞ ദിവസം നീ വയറുണക്കിയത്, കഴിഞ്ഞ ദിവസം നീ പട്ടിണിയിരുന്നത്, നീ ഉപവസിച്ചത് വൃഥവല്ലെന്ന് ദൈവം തെളിയിക്കാൻ പോകുക. അന്യഭാഷ പ്രാപിച്ചാരും ഇതിനകത്ത് ചുമ്മാ ഇരിക്കരുത്. അന്യഭാഷ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് ഈ ആത്മശക്തി ഇന്ന് പകൽ പ്രവഹിക്കാൻ പോകുകയാണ്. കാണികളായിട്ട് ഇന്ന് പകൽ ആരും ഇതിനകത്തില്ല. ഇന്ന് വന്നത് പ്രാപിക്കാനാ, ഇന്ന് വന്നത് ഏറ്റെടുക്കാനാ. അഭിഷേകത്തിന്റെ പകർച്ച ഇന്നലെ രാത്രി കേട്ടില്ലേ? ഡബിൾ പോർഷൻ അനോയിന്റിങ്, ഫസ്റ്റ് ബോൺ ബ്ലെസ്സിങ്. അതിന്റെ അർത്ഥം എന്നാ? ആദ്യ ചാതന്റെ അനുഗ്രഹം നിന്റെ മേൽ ഇന്ന് പകൽ വെളിപ്പെടട്ടെ, നിന്റെ കുടുംബത്തിന്മേൽ വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ജയം, 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 ജയം. സനതേലന കർത്താവിനെ കരമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞേ. ഞാൻ പരിശുദ്ധാത്മാവിൽ, ഞാൻ നിങ്ങൾക്കറിയാലോ, ഞാൻ ഇതിനകത്ത് ആമേൻ കഴിയുന്നതും പ്രവചന ദൂത് പറയാറില്ല. ആമേൻ, സ്തോത്രം. ആമേൻ. എനിക്ക് നിങ്ങളെ അറിയാവുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട്. പക്ഷേ എങ്കിലും ഇന്ന് കർത്താവ് എന്നോട് ആഴമായി പറയുന്നു, ഈ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു കൂട്ടം തലമുറ
പുറത്തു വരാൻ പോകുക. ഞാൻ ചുമ്മാ പറയുകയല്ല, ചുമ്മാ ഒരു തലമുറയല്ല. അഭിഷിക്ത ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനകത്ത് എഴുന്നേൽപ്പിച്ച അഭിഷിക്തന്മാരെക്കാൾ ശക്തന്മാരായ ചില അഭിഷിക്ത ശുശ്രൂഷ ചെയ്യുന്നത് ഇതിനകത്ത് എഴുന്നേക്കുമെന്ന് ആത്മാവിനോട് ദൂത് പറയുക. നീ ശാസിച്ചാൽ ഭൂതങ്ങൾ കീഴടങ്ങും, നീ കൈവച്ചാൽ അന്ധകാര വ്യാപാരങ്ങൾ കെട്ടഴിഞ്ഞു മാറും. അങ്ങനെ ഒരു അനോയിന്റിങ് ഇന്ന് പകൽ നിന്റെ മേൽ പകരും. കുടുംബത്തിനകത്ത് ദൈവം പകരും, തലമുറകളുടെ മേൽ ദൈവം പകരും. ജീസസ് നെയ്മ്. ഹല്ലേലൂയ. കരമുയർച്ച് നല്ലൊരു ആമേൻ എന്ന് പറഞ്ഞേ, സന്തോഷത്തോടെ നല്ലൊരു ആമേൻ പറഞ്ഞേ. ദൈവമക്കളെ, കഴിഞ്ഞ ആമേൻ കർത്താവിന്റെ ദാസൻ നേരത്തെ പറഞ്ഞ പോലെ 19 ദിവസവും ആമേൻ വളരെ വിഭവമായ ആഹാരങ്ങൾ നമുക്ക് വിളമ്പിക്കൊണ്ടിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു കേരളത്തിലെ ശക്തന്മാരായ കർത്തൃഭൃത്യന്മാർ നിന്ന സ്റ്റേജാണ് ഈ സ്റ്റേജ്. ഹല്ലേലൂയ. കാരണം കഴിഞ്ഞ 19 ദിവസം നമ്മുടെ ഇടയിൽ വന്നു പോയ വർഷിപ്പ് ലീഡേഴ്സ്, അതുപോലെ ദൈവദാസന്മാരെല്ലാം ശക്തന്മാരാണ്. സ്തോത്രം ചെയ്തേ. അഭിഷേകം ചുമക്കുന്നവരാണ്, ദൈവവചനത്തിന്റെ ആഴങ്ങൾ പഠിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് ഇനി ഒരു പ്രസംഗം, ഒരു തിയോളജിയുടെ പ്രസംഗം ഇതിനകത്ത് വേണ്ട എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് കർത്താവ് എന്താണ് ഈ അവസാനം ഇവരോട് പറയാനുള്ളത്? കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ചിലത് ഇവരെ ഏൽപ്പിക്കാൻ പോകുകയാണ്. ഏൽപ്പിക്കാൻ പോകുകയാണ്. ഞാൻ അതിനെ ഒരു സാക്ഷ്യമായിട്ട് പറയാം. സ്തോത്രം. എന്നെ ദൈവം ശുശ്രൂഷ പരമേൽപ്പിച്ചപ്പോൾ എൻ്റെ മേൽ ദൈവം പകർന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ദുർഭൂതങ്ങളുടെ മേൽ, പൈശാചിക ശക്തികളുടെ മേൽ. അതായിരുന്നു എൻ്റെ ആരംഭ ശുശ്രൂഷ. ഭൂതമിളക്കും പിശാച് ബാധിച്ചവനൊക്കെ ദൈവം തന്ന അധികാരത്തോടെ പുറത്തിറക്കും. അന്ന് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദാസൻ ഷാജൻ എന്നോട് പറയുന്നത്, പാസ്റ്റേ, എനിക്കും ഇതിന്ന് ഇറക്കിയാൽ കൊള്ളാം, ഇതുപോലെ എനിക്കും ഒന്ന് ഭൂതങ്ങളുടെ മേൽ ഒരു അധികാരം വേണം. ഞാൻ പറഞ്ഞു, മോനെ, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നിനക്കും ഒരു അധികാരം തരും. അങ്ങനെ ഒരു 21 വർഷത്തെ ഉപവാസ പ്രാർത്ഥനയിലാണ് ഒരു നിയോഗത്താൽ അവന്റെ മേൽ കൈവച്ചത്. ആ കൈവെപ്പാണ് തമ്പുരാൻ അടുത്ത ശുശ്രൂഷയിലേക്ക് ദൈവവനെ നിലവാരം മാറ്റിയത്. അതേ ശബ്ദം ഇന്ന് രാവിലെ ഞാൻ കേട്ടത്. ഈ ഉപവാസത്തിന്റെ 20ാമത്തെ ദിവസം ഇതിനകത്ത് നിന്റെ മേലൊരു കരം ദൈവം വെക്കും, നിന്റെ മേലൊരു കരം വെക്കും. ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുക, അത് അസാധാരണമായ ഒരു നിലവാരത്തിലേക്ക് ഞാൻ പറയുന്നു. അത് ഈ ചർച്ചിനകത്തുള്ളവർക്ക് മാത്രമല്ല, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവിലൂടെ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാണോ ഞങ്ങളെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്, നിന്റെ മേൽ നീ ഇരിക്കുന്നിടത്ത് ആ അഭിഷേകത്തിന്റെ നിറവ്, ദൈവത്തിന്റെ കൈമാറ്റം ഉണ്ടാകും. ദൈവദാസന്മാരെ, ദൈവമക്കളെ, ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. നമ്മള് എനിക്ക് തോന്നുന്നു 19 ദിവസവും വന്ന ദൈവദാസന്മാർ ആവർത്തിച്ച് പ്രസംഗിച്ചു, കണക്റ്റഡ് ആയിട്ട്. എന്നാന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മത്തായി സുവിശേഷം 16-ാം അധ്യായം പ്രസംഗിക്കാത്ത ഒറ്റ ദൈവദാസൻ ഉപവാസ പ്രാർത്ഥനയിൽ വന്നിട്ടില്ല. നീ പത്രോസാകുന്നു, ബറിയോന സീമോനെ, നീ പത്രോസാകുന്നു, നീ ഭാഗ്യവാൻ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, അധികാരത്തിന്റെ താക്കോല് ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. വന്ന എല്ലാവരും അത് പറഞ്ഞെങ്കിൽ, ഒരാൾ പോലും വിട്ടുപോയില്ലെങ്കിൽ, ഇന്ന് പകൽ നീ ഏറ്റെടുക്ക്. എന്നിട്ട് പറയും, മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിറങ്ങുന്നത് അധികാരത്തിന്റെ താക്കോലും വാങ്ങിച്ചുകൊണ്ടാ. ചിലത് പൂട്ടിയത്, പിശാച് പൂട്ടിയത് അടിച്ചെടുക്കേണ്ടതിന്, ശത്രു അടച്ചു വെച്ചത് ഇന്ന് പകൽ തുറക്കേണ്ടതിന് ഒരധികാരത്തിന്റെ താക്കോല് ദൈവം ഇന്ന് പകൽ എന്റെ മേൽ തരുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്തോത്രം, കണ്ണിവാക്യം പോലെ വേഗത്തിൽ ചില വചനം നിങ്ങൾക്ക് ഇട്ടുതരും. അത് പിടിക്കേണ്ടവർ പിടിച്ചേക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇവിടെ പറഞ്ഞു എന്നറിയില്ല, എന്നാലും ഇവിടെ ഇരിക്കുന്ന മക്കൾക്ക് ഒരു സന്തോഷമുണ്ടാകാൻ വേണ്ടി, ഒന്ന് പിടിക്കാൻ വേണ്ടി കേട്ടതാണെങ്കിൽ ഒന്നുകൂടി കേക്ക്. വർഷങ്ങൾക്ക് മുമ്പ് UK പട്ടണത്തിൽ ദൈവവചനം പഠിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ വന്നു. വന്നത് ജർമ്മനിയിൽ നിന്നാണ്. ജർമ്മൻ ഭാഷ മാത്രമേ അവൻ അറിയത്തുള്ളൂ, ഇംഗ്ലീഷ് അവൻ അറിയത്തില്ല, മറ്റൊരു ഭാഷയും അവൻ അറിയത്തില്ല. അവൻ നേരെ UK വന്നു. സൗത്ത് വെയിൽസ് എന്ന് പറയുന്ന ആ വെയിൽസിൽ വന്ന് ഒരു
ബൈബിൾ കോളേജിൽ അവൻ അഡ്മിഷൻ എടുത്തു. അവിടെ വേദവചനം പഠനം അവൻ ആരംഭിച്ചു. അങ്ങനെ പഠനമെല്ലാം തീർന്ന് അവസാനിക്കുന്ന ദിവസം ഗ്രാജുവേഷൻ കഴിഞ്ഞ് തിരിച്ച് ജർമ്മനിയിലേക്ക് പോകാൻ താൻ റെഡിയാകുമ്പോൾ തൻ്റെ അകത്ത് ഒരു ചെറിയ ആഗ്രഹമുണ്ടായി. ആഗ്രഹം ഇതാണ്: ഇത്രയും നാൾ ഞാൻ UK-ൽ, അവൻ ഇംഗ്ലണ്ടിൽ പഠിച്ചിട്ടും അവൻ ലണ്ടൻ ബ്രിഡ്ജ് എനിക്കൊന്ന് കാണാൻ ഒത്തില്ലല്ലോ. അതുകൊണ്ട് നാളെ വൈകിട്ടാണ് എൻ്റെ ഫ്ലൈറ്റിന് പോകുന്നതിന് മുൻപ് ലണ്ടൻ ബ്രിഡ്ജ് ഒന്ന് കണ്ടിട്ട് ഞാൻ ജർമ്മനിക്ക് പോകും. അങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് ആ ചെറുപ്പക്കാരൻ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടി അവൻ നേരെ ലണ്ടൻ സിറ്റിയിലേക്ക് വന്നു. അവിടെ വന്ന് ഇതെല്ലാം കണ്ടു. വർഷങ്ങൾക്ക് മുമ്പാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് തോന്നി ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഒന്ന് നടക്കാം. അങ്ങനെ ആ ലണ്ടൻ ബ്രിഡ്ജ് കണ്ട് അവിടെ നിന്ന് അല്പം ഒന്ന് നടന്ന് മൈലുകൾ താണ്ടി താൻ ഏതൊക്കെയോ വഴി കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു ഉള്ളു വഴിയിലേക്ക്, ഉള്ളു റോഡിലോട്ട് താൻ കയറി. അങ്ങനെ പോകുന്ന സമയത്താണ് തൻ്റെ കണ്ണിൽ ആമേൻ സ്തോത്രം ഇങ്ങനെ ഒരു എഴുത്ത് കണ്ടു. ജോർജ് ജെഫ്രി എന്ന ഒരു ബോർഡ് കണ്ടു. പെട്ടെന്ന് ഈ മനുഷ്യൻ അവിടെ നിന്നിട്ട്, ഈ ചെറുപ്പക്കാരൻ നിന്നിട്ട് ചോദിച്ചു, ഇത് അവൻ ജോർജ് ജെഫ്രി എന്ന് പറയുന്ന ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ തീയായി, പരിശുദ്ധാത്മാവിൻ്റെ ജ്വാലയായി ദൈവം ഉപയോഗിക്കുന്ന ആ ജോർജ് ജെഫ്രി ആയിരിക്കുമോ? എന്തുമാകട്ടെ, ഒരു കൊച്ചു കൂടാരമാണ്. അവിടെ ചെന്ന് ചോദിക്കാൻ തീരുമാനിച്ചു. ഈ മനുഷ്യൻ അതിനകത്ത് വന്ന് ബെല്ലടിച്ചപ്പോൾ ഒരു സർവന്റ് ഇറങ്ങി വന്നു. ഉടനെ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, അവൻ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ തീയാൽ കത്തിക്കുന്ന ജോർജ് ജെഫ്രിയുടെ വീടാണോ ഇത്? ആമേൻ. പുള്ളിക്കാരത്തി പറഞ്ഞു, യെസ്, അതെ, നിനക്ക് തെറ്റിയില്ല, അത് തന്നെ. ഉടനെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് ആ മനുഷ്യനോടൊന്ന് സംസാരിക്കണം. പുള്ളി പറഞ്ഞു, കുഞ്ഞെ നീ പോ, നിനക്ക് ജോർജ് ജെഫ്രി ആരാന്നറിയത്തില്ല, അതുകൊണ്ടാണ് നീ അങ്ങനെയൊക്കെ ചോദിക്കുക. നീ പോ, നിന്നെ കാണാൻ കഴിയത്തില്ല, ആ മനുഷ്യനെ കാണാൻ ഒക്കത്തില്ല. അങ്ങനെ വാതിൽ കൊട്ടിയടച്ച് ആ ചെറുപ്പക്കാരൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അകത്തുനിന്നൊരു പരിവരുത്ത ശബ്ദം. ആ ശബ്ദം ഇങ്ങനെയാണ്: അവനെ അകത്തോട്ട് കയറ്റിവിട്, അവനെ അകത്തോട്ട് കയറ്റിവിട്. ഉടനെ അടച്ച സർവന്റ് വാതിൽ തുറന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞേ, ഞാനൊരു ദൂരം നിന്നോട് പറയാം. എവിടേക്ക് അഭിഷേകത്തിനെതിരെ കൊട്ടിയടച്ച വാതിൽ ഇന്ന് നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. അഭിഷേകത്തിന്റെ പേരിൽ, നിറവിന്റെ പേരിൽ, ആത്മസാന്നിധ്യത്തിന്റെ പേരിൽ, ആത്മചൈതന്യത്തിന്റെ പേരിൽ, പരിശുദ്ധാത്മാവിനെ പറഞ്ഞതിന്റെ പേരിൽ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ യൂസ് ചെയ്തതിന്റെ പേരിൽ അടക്കപ്പെട്ട ചില വാതിലുകൾ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ മുമ്പിൽ ദൈവം ഓപ്പൺ ചെയ്യുമെന്ന് ഇന്ന് പകൽ ആത്മാവ് ഇടപെടുകയാ. നല്ലൊരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറ. ആ മനുഷ്യൻ അവൻ വിളിക്കുന്നത് കണ്ട് ഈ ചെറുപ്പക്കാരൻ ഓടി അകത്തോട്ടി എന്നു ചെന്നിട്ട് ചോദിച്ചു, നിനക്കാരിയാ കാണണ്ടേ? ആ മനുഷ്യൻ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് ജോർജ് ജെഫ്രിയെ കാണണം. എന്തിന് കാണണം? പാസ്റ്റർ, ഞാൻ ദൈവവചനം പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നു. ഇന്ന് വൈകിട്ട് ഞാൻ ജർമ്മനിക്ക് തിരിച്ചു പോകുന്നു. അവൻ ഇന്ന് വൈകിട്ട് ഞാൻ റിട്ടേൺ പോകുകയാണ്. പോകുന്നതിന് മുൻപ് ഞാൻ ഇനി സുവിശേഷ വേലയ്ക്ക് പോകുന്നത് ആഫ്രിക്ക ഭൂഖണ്ഡത്തിലാണ്. എനിക്കവിടെ പോകണമെങ്കിൽ അത് ഇരുട്ടിന്റെ ദേശമാണ്. അവൻ ഇരുട്ടിന്റെ അധികാരം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. ആ ഭൂഖണ്ഡം തന്നെ ഇരുണ്ട ഭൂഖണ്ഡമാണ്. അവിടേക്ക് എനിക്ക് സ്റ്റെപ്പ് വെക്കണമെങ്കിൽ ഒരണോയിന്റിങ് കിട്ടിയേ പറ്റൂ, ഒരഭിഷേകം കിട്ടിയേ പറ്റൂ. അങ്ങനെ ഒരു അഭിഷേകമല്ല, എനിക്കൊരു അധികാരം കിട്ടിയേ പറ്റൂ. ഉടനെ അവൻ ജെഫ്രി എന്ത് ചെയ്യുന്നറിയാമോ? ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ച് അങ്ങ് പ്രാർത്ഥിച്ചു. 5 മിനിറ്റ് അല്ല, 10 മിനിറ്റ് അല്ല, ഏതാനും മിനിറ്റുകൾ അവൻ കെട്ടിപ്പിടിച്ചങ്ങ് പ്രാർത്ഥിച്ചു. അവൻ നേരത്തെ കാതറിൻ കുൽമാനെ കുറിച്ച് പറഞ്ഞ പോലെ അടിച്ച ചെറുപ്പക്കാരൻ താഴെ വീണു. അവിടെ കിടന്ന് എഴയാൻ തുടങ്ങി, അവിടെ കിടന്ന് ആത്മാവിൽ നീന്താൻ തുടങ്ങി. സർവന്റിനോട് പറഞ്ഞു, അവൻ എഴുന്നേക്കുമ്പോ പറഞ്ഞേക്കണം, എന്നെ നോക്കണ്ട, പൊക്കോളാൻ പറഞ്ഞേക്കണം. അവൻ കുറെ നേരം കഴിഞ്ഞ് ആത്മവിവശതയിൽ നിന്നും താൻ എഴുന്നേറ്റപ്പോൾ ജോർജ് ജെഫ്രിയെ കാണാനില്ല. സർവന്റ് പറഞ്ഞു, നിന്നോട് പൊക്കോളാൻ പറഞ്ഞു. അന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ ആ ചെറുപ്പക്കാരൻ നേരെ ജർമ്മനിയിലേക്ക് തിരിച്ചു. ജർമ്മനി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ കൊണ്ടുപോകാൻ തന്റെ അപ്പൻ വന്നിട്ടുണ്ട്. ബാഗ് എടുത്ത് കാറിലോട്ട് പെട്ടിവെക്കാൻ നേരത്ത് അപ്പൻ ചോദിച്ചു, മോനെ നീ ഒരു വാർത്ത അറിഞ്ഞോ? ഇല്ല. എന്തു വാർത്തയാ? ലോകത്തെ ഈ കാലഘട്ടങ്ങളിൽ ആത്മാവി തീ പിടിപ്പിക്കുന്ന ജോർജ് ജെഫ്രി ഇന്നലെ രാത്രി നിത്യതയിൽ പ്രവേശിച്ചു.
ആ മനുഷ്യൻ പറഞ്ഞു, നോ, ഞാനത് വിശ്വസിക്കില്ല. ഞാൻ ഇന്നലെ വന്നത് ആ ദൈവദാസന്റെ ഭവനത്തിൽ നിന്ന്. പക്ഷെ എനിക്കറിയത്തില്ല ആ മനുഷ്യൻ നിത്യത പോയി. എന്താ ഉണ്ടായത്? ഉടനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അവിടെ ചെന്നു, ആ മനുഷ്യൻ കൈവച്ചു, എന്റെ മേൽ അഭിഷേകം പകർന്നു, എന്റെ മേൽ ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ പകർന്നു. അങ്ങനെയാണെങ്കിൽ അപ്പൻ ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആ മനുഷ്യൻ ഈ ലോകത്തൊന്ന് പോയി തന്റെ മേൽ വ്യാപരിച്ച അധികാരം നിന്റെ മേൽ പകരുകയാണ്. അതാണ് ആഫ്രിക്ക ഭൂഖണ്ഡത്തെ കീഴ്മേൽ മറിച്ച റെയ്നാഡ് ഫോങ്കെ. ഇന്ന് പകൽ അങ്ങനെ ഒരു അധികാരം നിന്റെ മേൽ ദൈവം പകരാൻ പോകുക. അങ്ങനെ ഒരു ആത്മാവിന്റെ ശക്തി ഇതിനകത്ത് പകരും. സഹോദരിമാരെ, നിന്റെ മേൽ ദൈവം പകരും. ആമേൻ. പുരുഷ സ്ത്രീ വ്യത്യാസമില്ലാതെ ആത്മാവിന്റെ ചലനം ഈ പകൽ ഇതിനകത്ത് ചലിക്കുക. ഒരറ്റം മുതൽ മറ്റിയറ്റം വരെ ആമേൻ തീ പിടിക്കുന്നത് പോലെ ഒരധികാരങ്ങളുടെ കൈമാറ്റം ഇന്ന് പകൽ ദൈവം പകരുന്നു. വേണമെങ്കിൽ പിടിച്ചോ, അത് നിനക്കുള്ളതാന്ന് പറഞ്ഞ് പിടിച്ചോ. അഭിഷിക്തന്മാരെ, ഇന്ന് എനിക്കറിയാം, ആ നിയോഗമറിയാം, അത് നിന്റെ മേൽ വീഴട്ടെ, അത് നിന്റെ മേൽ വീഴട്ടെ, അത് കുഞ്ഞുങ്ങളുടെ മേൽ വീഴട്ടെ. പരിശുദ്ധാത്മാവനോട് പറഞ്ഞു, ഇതൊരു അസാധാരണ ദിവസമാ, ഇതൊരു അസാധാരണ ദിവസമാ. ഒരു ദൈവ ശബ്ദം കേട്ടതുകൊണ്ട് പറയുക, ഇന്നൊരു അധികാരത്തിന്റെ കൈമാറ്റമാണ്. ഇനി ആരും ചെയ്യണ്ട, ആരും പറയണ്ട, ആരും കൈവെക്കണ്ട. നീ ചെയ്യാൻ പോകുക. ആ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ചില പ്രവാചകന്മാർ ഇതിനകത്ത് നിന്ന് പകൽ എഴുന്നേക്കാം. അതിശക്തമായ ഒരു പ്രവാചക ശബ്ദം ഇന്ന് നിന്റെ മേൽ വീഴുകയാ. അതിശക്തമായ പ്രവാചകന്മാർ ഇതിനകത്ത് എഴുന്നേക്കട്ടെ. വെളിപ്പാടുള്ളവർ ഇതിനകത്ത് എഴുന്നേക്കട്ടെ. പ്രാപിച്ചോ. നിന്റെ മേൽ ഇന്ന് ആ തീ വീഴാൻ പോകുക. നിന്റെ മേൽ ആ തീ ഇന്ന് പകൽ വീഴാൻ പോകുക. പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽ ആ കൈമാറ്റം നിന്റെ ഭൃത്യന്മാരുടെ മേൽ ഇന്ന് പകൽ സംഭവിക്കട്ടെ. പ്രാപിച്ചോ. നിന്റെ നാവിനെ ദൈവം തൊടുക, നിന്റെ ദൈവം. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ അധികാരം ഈ ദൈവപുത്രന്മാരുടെ മേൽ, ഈ അഭിഷിക്തന്റെ മേൽ കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മപകർച്ചയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന്ന് പകൽ കർത്താവേ, അതിന്ന് പകൽ ഈ മക്കളുടെ മേൽ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവപുത്രന്മാരുടെ മേൽ അധികാരത്തിന്റെ കൈമാറ്റം ഇപ്പോൾ നടക്കട്ടെ. പ്രാപിച്ചോ. ആരും കൈവെക്കണമെന്നില്ല. ദൈവം നിങ്ങളെ തൊടും, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടും. ഇത് ആത്മാവിന്റെ ചലനമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനമാണ്. അന്യഭാഷ അടയാളത്തോടെ ദൈവം നിറയ്ക്കുക നിന്നെ. പ്രവചിക്കാൻ പോകുക. നിന്റെ ശബ്ദ പ്രവാചക ശബ്ദമാക്കി ദൈവം ഇന്ന് പകൽ തീർക്കും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന്ന് പകൽ സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, നീ അത് ചെയ്യും. ഞങ്ങളത് വിശ്വസിക്കുന്നു. അതേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ഇരുന്നാട്ടെ. അവൻ ഇന്ന് ഒരു ഭയങ്കര ദൈവിക കൈമാറ്റം നിങ്ങളുടെ മേൽ നടക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറ. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ മനുഷ്യൻ ആരാന്നറിയോ? വിനി റെയ്നാഡ് ഫോങ്കയ. ആരാണ്? റെയ്നാഡ് ഫോങ്കയ. എല്ലായ്പ്പോഴും ഒരു നിയോഗം ചലിക്കത്തില്ല. ചലിക്കുമ്പോ പിടിക്കുന്നവർക്ക് അത് കിട്ടും. കിട്ടില്ല മോനെ. എല്ലാവർക്കും ഒന്നും അതെന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. ചലിക്കുമ്പോ പിടിച്ചേക്കണം. ഓക്കെ, സന്തോഷത്തോടെ കടന്നു വരാം കേട്ടോ. ആമേ. ലൂക്കോസ് എല്ലാവരും എടുത്ത് ഞാൻ ഓടിച്ചു പറയും. കുറിക്കേണ്ടവർക്ക് കുറിക്കാം, നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. അല്ലെങ്കിലും ഈ വചനം ഇതിനകത്ത് യൂട്യൂബിനകത്ത് ഉണ്ടല്ലോ, പിന്നെ നമുക്ക് ധ്യാനിക്കാം. ഇത് നിങ്ങൾ എഴുതാൻ പറ്റിയില്ലെങ്കിലും പ്രാപിക്കണം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം.
വായിച്ചു, വേഗം വായിച്ചേ. ലൂക്കോസ് 10:19. പാമ്പുകളെയും തേളുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എന്ത് ചെയ്യാൻ? ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് എന്ത് തരുന്നു? അധികാരം തരുന്നു. റോമൻസ് ഭാഷ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുക, മൈക്കിലൂടെ അങ്ങ് പറയണേ. ഇത് യേശു ക്രിസ്തു മരിക്കുന്നതിന് മുൻപ് പറഞ്ഞതാണോ മരിച്ചതിന് ശേഷം പറഞ്ഞതാണ്? മരിക്കുന്നതിന് മുമ്പാ പറഞ്ഞേ. കാൽവരിയിൽ കയറുന്നതിന് മുൻപ്, ക്രൂസിൽ തറക്കപ്പെടുന്നതിന് മുമ്പ്, വിലാത്തുറം കുത്തി തുറക്കപ്പെടുന്നതിന് മുമ്പ്, ആണികൾ അടിക്കപ്പെടുന്നതിന് മുമ്പ്, തലയിൽ ശിരസിൽ മുൾക്കിരീടം അടിച്ച് കയറ്റുന്നതിന് മുൻപ്, ആമൻ ശരീരം മുഴുവൻ ഉലവ് ചാലുപോലെ കീറി മുറിക്കപ്പെടുന്നതിന് മുൻപ് യേശു തമ്പുരാൻ വിളിക്കപ്പെട്ട 12 പേരെ നോക്കി പറയുക, പാമ്പൻ ഞാൻ നിങ്ങളെ അധികാരത്തോടെ അടക്കുന്നു. നിങ്ങളെ അടക്കുന്നതിന്റെ ഉദ്ദേശം പാമ്പുകളെ, പിന്നെ തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെയും, പാമ്പികളെ ചവിട്ടാൻ. അതിനകത്തൊരു വാക്യമുണ്ട്. 2 പേരാണ് വേദപുസ്തകത്തിനകത്ത് ഈ പാമ്പിനെ കുറിച്ച് അവൻ എടുത്തു പറഞ്ഞത്. ഒന്ന്, അവൻ സ്നാപക യോഹന്നാൻ ഒരു വിളിച്ചു. സ്നാപക യോഹന്നാൻ വിളിച്ചത് അണലി സന്തതികളെ എന്നാണ്. എന്താണ്? അണലി സന്തതികളെയാണ്. യേശു കർത്താവ് ഇതേ പദം തന്നെയാണ് പറഞ്ഞത്. പാമ്പുകളുടെ മേൽ നിങ്ങൾക്കൊരധികാരം തരുന്നു. മോനെ, ഞാനിവിടെ ഒത്തിരി സന്തോഷിച്ചു അശോകെ. എന്താണെന്നറിയോ, ഞാൻ ഈ മെസ്സേജ് തയ്യാറാക്കി ഇവിടെ വന്ന് കയറി ഇരിക്കുമ്പോഴാണ് മോൻ പറയുന്നത്, ഇന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടു, ഒരു പാമ്പിന്റെ തലക്കെട്ട് ചവിട്ടുന്നത്. എന്ന വെളിപ്പാടാന്നറിയാമോ? പരിശുദ്ധാത്മാവ് വ്യാജം പറയത്തില്ല. മോനിന്ന് അത് വെളിപ്പാടാക്കാമ രാവിലെ കണ്ടെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ ദൈവാത്മാവ് ഈ വചനം എനിക്ക് തന്നു. ചില പാമ്പുകളുടെ എന്ന് വെച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് മാനവകുലത്തെ ചതിച്ച, മാനവകുലത്തെ തെറ്റിച്ച ചില പാമ്പിന്റെ അധികാരങ്ങളെ ചവിട്ടാൻ ഒരു അധികാരം ദൈവസഭ ഇന്ന് പകൽ ഏറ്റെടുക്കുകയാണ്. ജനത്തെ വഞ്ചിച്ച, ജനത്തെ വഞ്ചിച്ച് കളഞ്ഞ, ജനത്തെ പാപം ചെയ്യിപ്പിച്ച, ജനത്തെ പാപത്തിലേക്ക് കൊണ്ടുപോയ വഞ്ചനയുടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. യേശു തമ്പുരാൻ ക്രൂശിൽ മരിച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞു, യേശു ക്രൂശിൽ മരിച്ചു. ഉറക്കെ പറയും, യേശു ക്രൂശിൽ മരിച്ചു. ഇനി യേശു ക്രൂശിൽ മരിച്ചപ്പോൾ സംഭവിച്ചത് കൊലോസ്യ ലേഖനം പറയുന്നു, നിങ്ങൾക്ക് വിരോധവും നിങ്ങൾക്ക് പ്രതികൂലമായി. എല്ലാവരും ഒന്ന് പറയാം, നിങ്ങൾക്ക് വിരോധവും നിനക്ക് പ്രതികൂലമായ സകല കൈയെഴുത്തുകളെയും അവൻ ക്രൂശിൽ എന്ത് ചെയ്തു? മക്കളെ, മായിച്ചു കളഞ്ഞു. ക്രൂശിൽ അവൻ ജയോത്സവം കൊണ്ടാടി. അടുത്ത വാക്യം പറയുമ്പോൾ ഇനി അല്പം കൂടി ശബ്ദത്തിൽ പറയണം. അവൻ നിനക്കെതിരെ, അവൻ ഉൽപ്പത്തി പുസ്തകം മുഴുവൻ എന്ന് വെച്ചാൽ ഏദം തോട്ടത്തിൽ നിന്നും ആദാമ്യ മനുഷ്യനെ പുറത്താക്കിയതിനു ശേഷം ദൈവജനത്തിനെതിരെ, മാനവകുലത്തിനെതിരെ അവനെടുത്ത സകല വെപ്പൺസും കാൽവരിയിൽ എന്റെ ദൈവം ഉടച്ചു കളഞ്ഞു. ഒരു ഹല്ലേലൂയ പറയുന്നേ. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കാൽവരി ക്രൂശിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ ആ ക്രൂശിലോട്ട് വന്നേ. ആ ക്രൂശിന്റെ ചുവട്ടിൽ ഒരുപാട് വെപ്പൺസ് തകർന്നു കിടക്കുന്നു. വാളിന് മൊന പോയത്, ആ കുന്തത്തിന് മൊന പോയത്, ഒരുപാട് വെപ്പൺസ് ക്രൂശി തകർന്നു കിടക്കുന്നു. ആരുടെയാണെന്നറിയാമോ? പിശാചിന്റെ വെപ്പൺസ്. കാൽവരിയിൽ അവൻ നിനക്കെതിരെ ഉയർത്തിയത്, നിന്റെ കുടുംബത്തിനെതിരെ ഉയർത്തിയത്, സകലതും മുഴുവൻ ദൈവം തകർത്ത് കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ നിന്റെ കയ്യിൽ ആയുധമുണ്ട് കുഞ്ഞ്. ആയുധമില്ലാത്ത പിശാചിന് നീ ഭയപ്പെടരുത്. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വചനത്തിലോട്ട് കൊണ്ടുവരികയാ. ഞാൻ ആ ദൂത് ഒന്ന് വിശദമാക്കി തരാം, എടുത്ത തീരില്ല. അതുകൊണ്ട് ആമൻ ഇപ്പോൾ നിങ്ങൾ നോക്കേ, കാൽവരിയുടെ കൊലക്കളത്തിൽ ആമൻ ക്രൂസിന്റെ ചുവട്ടിൽ ഒരുപാട് വെപ്പൺസുകൾ കിടക്കുന്നു, ഒരുപാട് ആയുധങ്ങൾ കിടക്കുന്നു. ഈ ആയുധം എല്ലാം തകർന്നു കിടക്കുക. ഏതാണ് ഈ ആയുധം എന്നറിയാമോ? ആമൻ വർഷങ്ങൾക്ക് മുമ്പ് ഏദൻ പർദീസയിൽ നിന്നും പുറത്തോട്ട് പോയ മാനവകുലത്തെ തെറ്റിച്ച് അവൻ ചില താക്കോല് അവന്റെ അരയിൽ ഇട്ടുകൊണ്ട് നടന്നത് യേശു തമ്പുരാൻ ക്രൂശിന്റെ ചുവട്ടി വെച്ച് തിരിച്ചു മേടിച്ചു.
അനുഭാഷ ശരിയാണോ ഞാൻ പറയുന്നത് ശരിയാണോ? മാനവകുലത്തെ മുഴുവൻ വഞ്ചിച്ച പിശാചന്റെ അറയിൽ കിടന്ന താക്കോല് കാൽവരിയുടെ കൊലക്കളത്തിൽ യേശു തിരിച്ചു പിടിച്ചു. ഒരാമൻ പറയാൻ പറ്റുമോ? താക്കോൽ യേശു തിരിച്ചു മേടിച്ചു. ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുന്ന വെളിപ്പാട്, ദാവീദിന്റെ താക്കോല് കയ്യിലുള്ളവൻ. മനസ്സിലായോ? അവന്റെ കയ്യിലല്ല താക്കോല്, തമ്പുരാന്റെ കയ്യിലാണ്. അവൻ ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ചെയ്യുന്ന തമ്പുരാന്റെ കയ്യിലാണ് താക്കോൽ ഇരിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭയെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, പിശാചിന് പൂട്ടാൻ കഴിയത്തില്ല, ഇനി അവന് തുറക്കാനും കഴിയത്തില്ല. കാരണം താക്കോല് എന്റെ അപ്പന്റെ കയ്യില. ദൈവത്തിന് നന്ദി പറ. താക്കോൽ ആരുടെ കയ്യില? ഒന്ന് പറഞ്ഞേ. താക്കോൽ യേശുവിന്റെ കയ്യില. എല്ലാരും ഒന്ന് പറ. താക്കോൽ യേശുവിന്റെ കയ്യില അല്ലേ? താക്കോല് ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് എന്റെ കൈവശമുണ്ട്. സ്വതന്ത്രം. ഒരു താക്കോലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു താക്കോലുണ്ടെങ്കിൽ കിട്ടേ. സ്വത്രം. ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പോ ആ വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു, വായിക്കേ, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. എന്റെ കയ്യില. നീ ലോകം മുഴുവൻ നടന്ന് തുറക്കെന്ന് പറഞ്ഞ് കണ്ണി കണ്ടവരോടെല്ലാം തുറക്കാൻ പറയുമ്പോ താക്കോൽ എന്റെ കയ്യില്ല. ഞാൻ തുറന്നാൽ ആർക്കും അടക്കാൻ കഴിയത്തില്ല, ഞാൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. ഇന്ന് ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്നു. നിങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ട സകല വാതിലുകളും യേശുവിന്റെ കയ്യിലിരിക്കുന്ന ആ താക്കോല് കൊണ്ട് ഇന്ന് വക തുറക്കുക. ഇന്ന് വക തുറക്കുക. കരമടിച്ചു ദൈവത്തിന് നന്ദി പറ. നിനക്ക് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ പറഞ്ഞ് അത് സ്വീകരിക്കണം. അത് ഞാൻ തുറക്കുക എന്ന് പറയണം. ആ വാതി ഞാൻ തുറക്കുക, എന്റെ കുഞ്ഞിന് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി. അത് ഇന്ന് വക ഞാൻ തുറക്കുക. തുറക്കുന്നു. പരിശുദ്ധാത്മാവേ ഞാൻ പറയുന്നു, ഇല്ല കുഞ്ഞെ, ഇനി അടയത്തില്ലെന്ന്. ഇനി അടക്കാൻ ദൈവം അനുവദിക്കയില്ല. 20ാമത്തെ ദിവസം വാതിലാകുന്നവൻ, ഞാൻ വാതിലെന്ന് പറഞ്ഞവൻ ആ വാതിൽ നിനക്ക് വേണ്ടി തുറക്കുന്നു. എവിടേക്കെയോ ദൂരത്തുള്ള നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി. അവൻ ദൈവത്തിന്റെ ആത്മാവനോട് പറയുന്നു, ആ വാതിൽ ദൈവം നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി ഇന്ന് വക തുറക്കുന്നു. ഒന്നിരുന്നേ. ഞാൻ ആത്മാവിൽ ആരോടോ ഇന്ന് ലൈവിൽ എന്നെ ആരോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഒരു ശക്തമായ ഒരു പ്രവചന ദൂത് ഞാൻ പറയുന്നു. സ്തോത്രം. ആ വ്യക്തി എന്നെ വാച്ച് ചെയ്യുന്നത് യു കെയിലിരുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. പരിശുദ്ധാത്മാവിനോട് പറയുന്നുണ്ട്. ആ വ്യക്തിയോട് പരിശുദ്ധാത്മ പറയും, ഒരു പക്ഷേ നീ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് നീ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് കെട്ടുകെട്ടേണ്ടി വരും, ഞാൻ ഇവിടുന്ന് പെട്ടി എടുക്കേണ്ടി വരും. കുഞ്ഞെ, എന്റെ തമ്പുരാന് പ്രവർത്തിപ്പാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഒറ്റ രാത്രി മതിയായിരുന്നു ഉണങ്ങിയ ആ ഉണക്ക കൊമ്പിനെ ദൈവത്തിന് തളിർപ്പിക്കാൻ. ദൂത് മനസ്സിലായെങ്കിൽ രാമൻ പറ. ഉണങ്ങിയ കൊമ്പിനെ തളിർപ്പിക്കാൻ ദൈവത്തിന് ഒരൊറ്റ രാത്രി മതിയായിരുന്നു. അഭിഷിക്തനെ ശരിയല്ലേ? ഒറ്റ രാത്രി മതിയായിരുന്നു. അത് തളിർക്കുക മാത്രമല്ല, അത് പൂത്ത് ബദാം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് ദൈവത്തിന് കൊണ്ടുവരാൻ ഒറ്റ രാത്രി മതിയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വടിയുണ്ടല്ലോ, ഇത് അമ്മോൻ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരുന്ന വടിയാ. ഇത് നല്ല ഉണക്ക വടിയാ. ഇത് ആരോ ഒരാള് എവിടെയിരുന്നോ ഒരു കാർപ്പൻറ്റർ ഇതുണ്ടാക്കുന്നതിന് മുമ്പ് വെയിലത്തിട്ട് ഉണക്കിയതാ. അയാൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ആ രീതിയിൽ അങ്ങ് ഉണക്കിയതാ. അവിടെ ഇട്ട് ഉണക്കി പാകപ്പെടുത്തി. എന്നിട്ട് ഇത് കൊണ്ടുവന്ന് കടയിൽ വെച്ചിട്ട് കടയിൽ നിന്ന് കുറേ നാൾ ഉണങ്ങി. ഒരു സ്വതന്ത്രം പറഞ്ഞേ. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു വെള്ളമയമില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ. നിങ്ങൾക്കറിയാമോ, എവിടെയെങ്കിലും ഒരു കൊച്ചു തളിർപ്പുണ്ടാകണമെങ്കിൽ, ഒരു ജീവൻ പുറത്തു വരണമെങ്കിൽ അവിടെ ഒരു വെള്ളത്തിന്റെ ഗന്ധമുണ്ടാകണം.
മനസ്സിലാകുന്നവർ ആമേൻ പറ. ശരിയല്ലേ പക്ഷേ ഇതിനകത്ത് ഒരല്പമെങ്കിലും എവിടെയെങ്കിലും ഒരു വെള്ളത്തിന്റെ ഗന്ധം ഇതിനകത്തുണ്ടെങ്കിലേ ഒരു നാമ്പെങ്കിലും വരൂ. സ്തോത്രം. വർഷങ്ങളായി നാളുകളായി ആമൻ ഇവിടത്തെ പ്രഭുക്കന്മാരുടെ കയ്യിലിരിക്കുന്ന ഉണക്കവടിയിൽ ഒന്നാണ് അഹരോന്റെ കയ്യിലിരിക്കുന്ന വടി. ചരിത്രം നമ്മെ തെളിയിച്ചു. ആമൻ ഒരു സാധ്യതയില്ലെങ്കിലും തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കുന്ന നിന്നെ ദൈവം തളിർപ്പിക്കും കുഞ്ഞെ. ആമൻ. ദൂത 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 പരിശുദ്ധാത്മാവില ഞാൻ പറയുന്നത്, തമ്പുരാന്റെ മുമ്പിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ ആരും തളിർപ്പിക്കണ്ട. തളിർപ്പിക്കാൻ ദൈവത്തിനറിയാം. അതനാ റകൾ കടകടകജന ഉടബല കടകജന ഉടൽ കടകജരാജന അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാറ പൊട്ടുന്നത് പോലെ ചില ശബ്ദങ്ങൾ നിങ്ങളുടെ ചെവിക്കകത്ത് ഇന്ന് പകൽ കേൾക്കുക. എന്നോട് കർത്താവ് പറയുന്നു, നിന്റെ തലമുറ ലോകത്തിന്റെ ഏത് ദേശയിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും അവിടെ മുമ്പിൽ അടയുമെന്ന് ചിന്തിച്ച ചിലത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവം തുറക്കിയോ. ബിജു, ഞാൻ കുറെ നേരമായി സ്തോത്രം നിങ്ങളോട് പറയാൻ മടിച്ച് പേടിയായിട്ട് ഇങ്ങനെ നിൽക്കുക. എനിക്കറിയില്ല, ഞാൻ 2-3 പ്രാവശ്യമായി ഒരു കാഴ്ച ഞാൻ കാണുന്നു. ആദ്യം കണ്ടു, എന്നിട്ട് എനിക്ക് പറയാൻ എനിക്ക് പേടിയായി, മടിയായി. പിന്നെ ഞാൻ കണ്ടു, എന്നിട്ട് അത് പിന്നെ മടിയായി. പക്ഷെ 3ാമത് ഞാൻ വീണ്ടും കണ്ടു. എന്ന് വെച്ചാൽ ഈ ഉയരത്തിൽ നിന്ന് ഒരു മേഘം ലൈവായി ഇതിനെ നടുവിലേക്ക് ഇറങ്ങി വരുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുക. ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ പറയുന്നു, എനിക്കറിയത്തില്ല അത് ആരുടെയൊക്കെയോ മേലെ പതിയാൻ പോകുകയാണ്. ആ മേഘം ഇന്ന് നിന്റെ മേൽ പതിയാൻ പോകുകയാണ്. ചില കുടുംബങ്ങളിൽ ആ മേഘം പതിയാൻ പോകുകയാണ്. ചില തലമുറകളുടെ മേൽ ആ മേഘം പതിയാൻ പോകുന്നു. ആ മേഘത്തിനകത്ത് ദൈവശബ്ദമുണ്ട്. ആ മേഘത്തിനകത്ത് ഒരു വിടുതലുണ്ട്. ആ മേഘത്തിന്റെ അകത്ത് ദൈവത്തിന്റെ അരുളപ്പാടുണ്ട്. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ പറഞ്ഞേ, ഭൂതങ്ങളും ഞങ്ങൾ കീഴടങ്ങുന്നു. നിന്റെ നാമത്തിൽ ഭൂതങ്ങളും കീഴടങ്ങുന്നു. ഭൂതങ്ങൾ എന്ത് ചെയ്യുന്നു? കീഴടങ്ങുന്നു. ആരുടെ നാമത്തിൽ? യേശുവിന്റെ. അങ്ങനെയാണെങ്കിൽ അടുത്തിരിക്കുന്ന 2 പേരുടെ കൈ കൊടുത്തോട. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടങ്ങാത്തതൊന്നുമില്ല. ഞാൻ ഒന്നുകൂടി പറയുന്നു. സ്തോത്രം. എനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഈ സാധാരണ കൈ കൊടുക്കുന്ന പോലെ കൈ കൊടുത്ത് പറയരുത്. കൈ കൊടുത്തതായിരിക്കണം. മനസ്സിലായില്ലല്ലേ? സ്തോത്രം. അൽബിന കൈ നിന്ന് ഞാൻ കൈ കൊടുത്ത അറിയുന്നുണ്ടോ? അറിയണം. പിന്നെ ഈ കൈ തന്നായിട്ട് ഒരിക്കലും മറക്കരുത്. ഞാൻ ആർക്കും കൈ കൊടുത്താൽ എന്ത് ചെയ്യുന്ന ഇതിങ്ങനെ പിടിച്ചൊരു തെറ്റിക്കും. വേനുണ്ടോ? നല്ലത് ഒരിക്കലും മറക്കരുത് കൈ തന്നത്. ഞാൻ പറഞ്ഞത് വേദനിപ്പിക്കാനല്ല. ആ കൈ നല്ലപോലെ കൊടുത്തിട്ട് പറ, അവന്റെ നാമത്തിൽ ചിലത് അടങ്ങും. ഒന്ന് പറഞ്ഞ ദൈവം ഒന്ന് പറഞ്ഞു അവന്റെ നാമത്തിൽ ചിലത് ആദ്യം ഇന്ന് പകൽ അടക്കാൻ ഒരു അധികാരം ദൈവം നിനക്ക് തരും. ഇന്ന് പകൽ അടങ്ങും. നിങ്ങളുടെ നാവിൽ അത് അടങ്ങും. പ്രാപിക്കുക ദൈവദാസനെ. ദൈവാത്മാവ് എന്നോട് പറയുക, ഇന്ന് നീ നിൽക്കുന്ന സ്ഥലത്ത്, നീ ആയിരിക്കുന്ന ഇടത്ത് യേശുവിന്റെ നാമത്തിൽ ചിലത് നിന്റെ മുമ്പിൽ അടങ്ങുമെന്ന് ആത്മാവ് ഇന്ന് പകൽ ദൂത പറയുക. ആത്മാവിൽ ജനം ആരാധിച്ചോ. എന്റെ പേരിലല്ല, നമ്മുടെ ആരുടെയും പേരിലല്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മുഴങ്ങാലുകൾ മടങ്ങും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ നാവും യേശുവെന്ന് ഏറ്റുപറയും. അവന്റെ നാമത്തിങ്കൽ സ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സർവ മുഴങ്കാലുകളും മടങ്ങും. അത് മടങ്ങുന്ന നാമമാണ്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, കരമുയർത്തി എന്ന് പറഞ്ഞേ. എല്ലാ നാമത്തിലും പുറകേട്ട് എല്ലാ നാമത്തിലും എല്ലാം
ഒന്ന് ശ്രദ്ധിച്ചേ, ഏത് നാമത്തിലാ ഇതെല്ലാം മടങ്ങുന്നേ? ഏത് നാമത്തിലാ മടങ്ങുന്നേ? ഒന്ന് പറഞ്ഞേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പറഞ്ഞേ. ശ്രീയേശു നാമം, ശ്രീയേശു നാമം അതിശയ നാമം, ഏഴയനിക്കിമ്പ നാമം. ഒന്ന് പറ. ശ്രീയേശു നാമം അതിശയ നാമം, ഏഴയനിക്കിമ്പ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. ചേർന്ന് പറയാമോ? എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴു എന്നേക്കുമായി മായ്ച്ചുതം ഉന്നതന്റെ വന്ധ്യനാമം. ഓ അന്യനെന്ന മേലെഴു എന്നേക്കുമായി മായ്ച്ചുതം ഉന്നതന്റെ വന്ധ്യനാമം. യേശു നാമം അതിശയ നാമം, ഏഴയനിക്കിമ്പ നാമം. ചേർന്ന് പറ. യേശു നാമം അതിശയ നാമം, ഏഴയനിക്കിമ്പ നാമം. ആ 70 പേർ എങ്ങനെ വന്നു? ആ 70 പേർ എങ്ങനെ വന്നു? എങ്ങനെ വന്നെന്നാ വായിച്ചേ? ഒന്ന് വായിച്ചേ. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. എങ്ങനെയാ വന്നത് മക്കളെ? സന്തോഷത്തോടെ. ആ 70 പേർ സന്തോഷത്തോടെ. ഒന്നല്ലോ രാമൻ പറഞ്ഞേ. ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുള്ളവർ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആ കൈ ഒന്ന് പൊക്കിക്കേ. അവിടെയുണ്ട്, അച്ഛനുണ്ട്. ആ, ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുള്ള ഇത് പോയി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ? ഒരു സന്തോഷമാ. ഒരു അല്ലെന്ന് എന്ന് പറഞ്ഞേ. ഞാൻ ആദ്യമായിട്ടൊരു ഭൂതത്തെ ഇറക്കിയിട്ട് എനിക്ക് എന്താണ് അമേരിക്ക മൊത്തം കിട്ടിയ സന്തോഷമായിരുന്നു. നമ്മുടെ ലെവല് മാറിയില്ലേ അല്ലേ? ഈ ഭൂതം ഇളകി നിൽക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഭൂത പുറത്താക്കിയ ഭൂതം ഇളകി നിൽക്കുന്ന സമയത്ത് ഇതിങ്ങനെ അലറി വിളിക്കുന്ന മതി യേശു ക്രിസ്തു ഞെട്ടിപ്പോയി. എന്തോ ഒരു കുട്ടി സാധനം പോയിട്ടുണ്ട്, ഒരു വിടുതലായി. സ്തോത്രം. അപ്പോ ഇത് പറഞ്ഞത് ഈ ഭൂതം എന്ത് ചെയ്തു? പോയി കഴിഞ്ഞപ്പോ എനിക്കൊന്നൊരു സന്തോഷം. ഒരു അല്ലെന്ന് പറഞ്ഞു തിരിച്ചു പോന്നപ്പോ ആ പ്ലാസ്റ്റിക്കിൽ ആ ബൈബിളും ഒക്കെ എടുത്ത് പോന്നപ്പോ എന്തൊരു ഭയങ്കര സംഭവം. ഇതങ്ങ് പോയ സന്തോഷമാ. പക്ഷേ കർത്താവ് പറഞ്ഞു ഇതിലും സന്തോഷമാ പുസ്തകത്തെ പേരുള്ളേ. ഒരു അല്ലെങ്കിലും എന്ന് പറഞ്ഞേ, ഇതിലും സന്തോഷമാ പുസ്തകത്തെ പേരുള്ളത്. ഇന്ന് പകൽ അതും സന്തോഷമാ, ഇതും സന്തോഷമാ. പേരുള്ളതും സന്തോഷമാ, അധികാരമുള്ളതും സന്തോഷമാ. ഹല്ലേലൂയ. അവര് 70 പേര് മടങ്ങി വന്നിട്ട് അവരെങ്ങനെയാ വന്നേ? സന്തോഷത്തോടെ. എന്തൊക്കെയെന്ന് പറഞ്ഞാലും ഞാൻ ആത്മാർത്ഥത്തോട് പറയാം, ഈ എന്തൊക്കെയെന്ന് പറഞ്ഞാലും ഒരു മിനിസ്ട്രിക്കകത്തെ ഒരു വിടുതലൊക്കെ നടന്ന ശുശ്രൂഷ ചെയ്യുന്നവൻ എന്തുണ്ടാകും? ഒരു സന്തോഷം ഉണ്ടാകും. ഒരു മിനിസ്ട്രിക്ക് പോയി ആ ശുശ്രൂഷ പൊളിഞ്ഞാണ് വരുന്നതെങ്കിൽ നമുക്കൊരു സ്തോത്രം. എന്ത് ഞാന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസനെ മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചു. നമുക്ക് വേണ്ടിയല്ല, വേറൊരു സ്ഥലത്തൊരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി വിളിച്ചു. ഞാൻ ആ മനുഷ്യനെ വിളിച്ചു കൊടുത്തു, ഞാനും പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഭൂതം പിടിച്ചൊരു വീട്. സ്തോത്രം. പുള്ളി പ്രസംഗിച്ച് പുള്ളിയുടെ ശബ്ദവും പോയി, പുള്ളിയുടെ നെഞ്ചും പോയി, ആകെ കലങ്ങി. എല്ലാം കഴിഞ്ഞ് എൻ്റെ വണ്ടിക്കകത്തോട്ട് കയറിയപ്പോൾ വൈഫ് വിളിച്ചു. വൈഫ് ചോദിച്ചു, അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയണ്ടടി, ഒരു പിശാച് പിടിച്ച വീട്. അല്ല എങ്ങനെ ഉണ്ടായിരുന്നു ശുശ്രൂഷ? ശുശ്രൂഷ ഒന്നും ഏറ്റില്ലെന്നേ. ഞാൻ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയ എന്തൊരു സങ്കടമായിരുന്നു അല്ലേ? എന്തൊരു സങ്കടമാ. എന്നോട് കർത്താവ് എന്തിനാ പറയുന്നറിയാമോ? ശുശ്രൂഷ ചെയ്ത് മടുക്കാൻ ഇനി നിന്നെ ദൈവം അനുവദിക്കത്തില്ല. ശുശ്രൂഷക്കകത്തൊരു റിസൾട്ട് വരാൻ പോകുക. അത് വേണമെങ്കിൽ പിടിച്ചോ. നിന്റെ ശുശ്രൂഷക്കകത്ത് ഒരു റിസൾട്ട് ഉണ്ടാകാൻ പോകുക. നീ പാടിയതിനകത്ത്, നീ പറഞ്ഞതിനകത്ത്, നീ പറഞ്ഞ് ശുശ്രൂഷ ചെയ്തതിനകത്ത് ഒരു റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നു. അവർ മടങ്ങി വന്നത് സന്തോഷത്തോടെ. ഇനി നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചേ.
കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശു അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു. വീഴുന്നത് ഞാൻ എന്ത് ചെയ്തു? കണ്ടു. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിയോളജി പരമായിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ എനിക്ക് ദൈവം തന്നൊരു വെളിപ്പാട് ഞാൻ പറയാം. യേശു ക്രിസ്തുവിന്റെ നാമം ഇവര് ഉച്ചരിച്ചപ്പോൾ ചിലത് മിന്നൽ പോലെ വീഴുന്നത് തമ്പുരാൻ കണ്ടു. ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമം നീ അത്തരത്തിൽ എടുക്കുമ്പോൾ ഇന്ന് പകൽ ചിലത് മിന്നൽ പോലെ നിലത്ത് വീഴാൻ പോകുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കരമടിക്കണമെങ്കിൽ ശക്തിയോടെ കരമടിച്ച് ഇന്ന് പകലും ആരാധിച്ചു പറ. നിന്റെ കുടുംബത്തിന് എതിരെ, നിന്റെ ഭവനത്തിനെതിരെ, നിന്റെ തലമുറക്കെതിരെ, നിന്റെ അവകാശത്തിനെതിരെ എവിടേക്കെയോ അവൻ കോട്ട കെട്ടി നിന്നത്, മതിൽ കെട്ടായി നിന്നത്, ഇന്ന് മിന്നൽ പോലെ അത് നിലത്ത് വീഴുന്നത് നീ ആത്മാവിൽ കണ്ടേ. സ്തോത്രം, 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 സ്തോത്രം. എന്നിട്ട് ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. യേശു കണ്ടു. അടുത്ത വാക്യം നിങ്ങൾ എല്ലാവരും ചേർന്ന് പറ. പാമ്പുകളെയും തേളുകളെയും. ഞാൻ നേരത്തെ പറഞ്ഞു, സ്തോത്രം, അത് പറയുമ്പോ തന്നെ അകത്തിരിക്കുന്നവൻ പുറത്തു പോകും. ഒന്ന് പറഞ്ഞ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പറ, എന്ത് തരുന്നു? ഇനി യേശു ചെയ്യത്തില്ല. ഇനി യേശു അല്ല ചെയ്യുന്നത്, അവന്റെ നാമത്തിൽ നമ്മളാ ചെയ്യാൻ പോകുന്നത്. ഇനി അവൻ ചെയ്യില്ല മക്കളെ, അവൻ ചെയ്യത്തില്ല. അവന്റെ നാമത്തിൽ നിങ്ങളാ ചെയ്യാൻ പോകുന്നത്. വേണമെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്ക്. ഇന്ന് പകലിൽ മുറിവിട്ടിറങ്ങുന്നത് ഈ അധികാരം പ്രാപിച്ചുണ്ടായിരിക്കും. ഇനി അവൻ ചെയ്യത്തില്ല, അവനല്ല ഇനി ചെയ്യുന്നത്, ഇനി നീയാണ് ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. നീ ചെയ്യും, നിങ്ങൾ ചെയ്യും. ഞാൻ ഈ ഭൂതത്തെ പുറത്ത് ആക്കുന്നതിന് മുൻപ് ഞാനും ജോഷി പാസ്റ്ററുമായിട്ട് ഒരു വീട്ടിൽ ചെന്നു. ഇത് നിങ്ങൾ കേൾക്കണം മക്കളെ. വീട്ടിൽ ചെന്നു. ഞാനും പാസ്റ്ററിന്റെ കൂടെ ആ വീട്ടിൽ വിസിറ്റിങ്ങിന് വേണ്ടി ചെന്നതാ. പാസ്റ്റർ അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. അടിച്ചിട്ട് ആരും വാതിൽ തുറക്കുന്നില്ല, ആരും അടങ്ങുന്നില്ല. പാസ്റ്റർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഒരു ഹല്ലേലൂയ പറയാന്ന് പറഞ്ഞു. പാസ്റ്റർ ഹല്ലേലൂയ എന്ന് പറഞ്ഞതും അടുക്കളയിൽ ഈ പാത്രമെല്ലാം കൂടി താഴെ വീണു. അതുമെല്ലാം കൂടി താഴെ വീണു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അനക്കമൊന്നുമില്ല. സമയം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ആൻറ്റി വന്ന് കതക് തുറന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച, അടുക്കള പാത്രം കഴിയുന്ന ഒരു ആൻറ്റിയുടെ മറ്റേ ഭൂതമായിരുന്നു. അടിച്ചാൽ താഴ്വണി എഴഞ്ഞു വരികയാണ്. സ്തോത്രം ചെയ്തേ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നിന്റെ അത്തരങ്ങളുടെ മേൽ ആ അധികാരം നീ ഉപയോഗിക്കുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായതിനെ നീ ഓവർകം ചെയ്യാൻ പോകുക. പ്രാപിച്ച ഈ 20ാമത്തെ ദിവസം അതിന്റെ പകലാണെന്ന് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, ആമേൻ. സ്തോത്രം. ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നത് സ്പിരിച്വൽ അതോറിറ്റിയെ കുറിച്ച്. എന്താണ് സ്പിരിച്വൽ അതോറിറ്റി? ആത്മീക അധികാരമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. അത് വലിയ മർമ്മമൊന്നുമല്ല. വചനമെടുത്ത് പറഞ്ഞിട്ട് നമ്മൾ ആരാധിക്കും. ഒന്ന്, പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെയും. എല്ലാവരും അടുത്തിരിക്കുന്ന അവിടെ ശകലം ബലമല്ല, സകല ബലത്തെയും. ഏതൊക്കെ ബലം അവനുണ്ടോ അതിനെ മുഴുവൻ ചവിട്ടാൻ. സ്തോത്രം. ഇനി ഈ മീറ്റിംഗ് കഴിയുമ്പോൾ, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ആരും മുന്നോട്ട് വന്നിട്ട് ഉരുണ്ട് കയറുന്നു, അവിടെ വരുന്നു, ഇവിടെ വരുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് വരരുത്. ആനേനും പട്ടീനെയും പൂച്ചനെയും കുരങ്ങനെയൊക്കെ കാണുന്ന വെളിപ്പാട് ഇന്നത്തോണ്ട് തീർന്നേക്കണം. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് അത് ഉണ്ടാകാതിരിക്കാനായി പറയുന്നേ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ആന്റി എന്നോട് പറയുക, പക്ഷെ ഞാനൊരു ദർശനം കണ്ടു. ഞാൻ ചെന്നാ പറ്റി, ഒരു കറുത്ത കരടി എന്റെ പെടലിക്ക് പിടിച്ചു. ഞാൻ കുടഞ്ഞു. എന്നിട്ട് പാസ്റ്റർ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേത്ത് കയറിയത് എന്തിനാ എന്റെ വീട്ടിലോട്ട് അയച്ചു? ചുമ്മാ ഇരുന്നങ്ങ് കാണുക, ചുമ്മാ ഇരുന്ന് കണ്ടിട്ടങ്ങ് പറയുക എന്നെ പിടിച്ചു, ഞാൻ കുടഞ്ഞു. അപ്പൊ എങ്ങോട്ട് വന്നിട്ടുണ്ട്? എന്റെ വീട്ടിലോട്ട്. നിങ്ങൾ പറയും എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണ്ടേ? അങ്ങനെ ആരുടെ വീട്ടിലോട്ടൊന്നും നടക്കണ്ട, നീ കുടഞ്ഞേക്കണമെന്ന്. ആമേൻ. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ പറയാം, നമ്മൾ ഈ പരിപാടി അങ്ങ് നിർത്തണം.
ഇനി പരിപാടി നിർത്തണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ മോനെ. ഈ സ്തോത്രം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ മീറ്റിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ഈ പെട്ടെന്ന് ഒരു നൂലിങ്ങനെ നീണ്ടു വന്നിട്ട് ഒരെട്ട് കാലി മോൻ്റെ ഷട്ടിലകത്തോട്ട് വീണ് എന്ത് ചെയ്യും? Glory to God, praise the Lord. ആരെങ്കിലും വന്ന് അഴിക്കെന്ന് പറയോ? പിന്നെന്ത്? നിങ്ങൾ പറ, സൗര്യമാർ നിങ്ങൾ പറ. എൻ്റെ ഭാഷ പറഞ്ഞ ഉള്ള തുണി ഉലിഞ്ഞ് കളഞ്ഞിട്ട് കുടഞ്ഞു കളയും അല്ലേ? അപ്പൊ അത് കൊടയാൻ അറിയാമെങ്കിൽ ഇതെന്നാ കൊടയാൻ അറിയാത്ത അല്ലേ? ഞാൻ പറഞ്ഞു, ഒന്നുകൂടി പറയാം. അത് കൊടയാൻ, അതിനെ കൊടയാൻ അകത്ത് പെട്ടെന്നൊരു ശക്തി വന്നെങ്കിൽ അതിനെയൊക്കെ ശക്തി ആ ദൈവം നിന്റെ അകത്ത് പകർന്നിരിക്കുന്നത് അത് ആത്മാവിന്റെ ബലമാണ്, അത് ആത്മാവിന്റെ ശക്തിയാണ്. അതാരും കുടയണ്ട, ആരും കൈവെക്കണ്ട. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അതിനെ കുടഞ്ഞു കളയാൻ യേശു ക്രിസ്തുവിന്റെ നാമം ഉപയോഗിക്ക. യെസ്, ആമേൻ, ഹല്ലേലൂയ. കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറ. അപ്പൊ ഈ 20ാമത്തെ ദിവസം നിങ്ങളെ പറഞ്ഞു വിടുന്നത് എങ്ങനെയാണെന്നറിയോ? പാമ്പുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. എന്ത് ചെയ്യുന്നു? ഈ സ്തോത്രം നമ്മളെല്ലാം ഈ കണ്ടു പഠിച്ച ചിലതുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ ഭൂതത്തെ പുറത്താക്കുമ്പോൾ നമ്മുടെ ഉപദേശിമാർ ചോദിക്കും, ആരാണ് നീ? അപ്പൊ അതിനുശേഷം അടുത്ത ജനറേഷൻ ഭൂതത്തെ പുറത്താക്കാൻ വന്നപ്പോൾ ഇത് കേട്ടിട്ട് അവരും ചോദിക്കാൻ തുടങ്ങി, ആരാണ് നീ? റെനാഡ് ഭോങ്കയുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പകല പന്തലിലെ ഒരു ചേച്ചിക്ക് ഭൂതമിളകി. അപ്പോൾ ഒരാൾ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് പുള്ളി വന്നിട്ട് പറഞ്ഞു, എന്താ ഇവിടെ വിഷയം? ഞങ്ങൾ പറഞ്ഞൊരു ഭൂതമിളകി കിടക്കുക, മകളെ ഇതിനൊക്കെ പുറത്താക്കണമെങ്കിൽ അധികാരം വേണം, മാറ് എന്ന് പറഞ്ഞു. ഞങ്ങളെയൊക്കെ പിടിച്ചു മാറ്റി. പുള്ളി വന്നിട്ട് ഇയാളെ കിടക്കുന്ന ചോദിച്ചു, ആരാ നീ? അപ്പം ഞാൻ ഇന്നും ഓർക്കുന്ന പേര് ഞാൻ ഓർക്കുന്നില്ല, യശോദേ എന്നാണ്ട് ഒരു പേര് പറഞ്ഞു. എവിടെ നിന്ന് വന്നു? ഞാൻ തൊടുപുഴയിൽ നിന്ന് വന്നു. എപ്പോൾ പോകും? മീറ്റിംഗ് കഴിയുമ്പോൾ പോകും. ഞങ്ങൾ ചുറ്റും നിൽക്കുക, പൊന്നപ്പനൊക്കെ എല്ലാവരും ഉണ്ട്, ഞങ്ങൾ ചുറ്റും നിൽക്കുക. ഞങ്ങൾക്ക് ചിരി വന്നിട്ട് അടങ്ങാൻ നിൽക്കുക. അപ്പം ഞങ്ങളോർത്ത് ഈ മനുഷ്യൻ ഇപ്പം ആത്മാവിൽ അങ്ങ് ഗർജിക്കും. പുള്ളി അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. കുറച്ച് കഴിഞ്ഞാൽ പുള്ളി സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, എന്നാൽ മീറ്റിംഗ് കഴിയുമ്പോൾ പൊക്കോണം കേട്ടോ എന്ന് പറഞ്ഞ് പുള്ളി പോയി. അപ്പം ഞാൻ പൊന്നപ്പനോട് ചോദിച്ചേട്ട് ഇത് പറയാനോ പിന്നെ നമുക്ക് പറഞ്ഞാൽ പോരെ? സ്വതന്ത്രം ചുമ്മാ പേരും നാളും വീടും വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങൾ എത്ര പേരുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കും. എത്ര പേരുണ്ട്? അപ്പോൾ അവർ പറയും ഞാനും എനിക്ക് 2 ആങ്ങളമാരും ഉണ്ട്. ഒരു അല്ലലി എന്ന് പറഞ്ഞ് സ്തോത്രം. എവിടെ നിന്ന് വന്നു, പിന്നെ എപ്പോൾ പോകും, എപ്പോൾ പോകുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോകുമോ? ഒരു അല്ലലി എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് പൂത ഇറക്കുന്ന കണ്ടു. പൂത ഇറക്കുന്ന കണ്ടപ്പോൾ പുള്ളി സ്പെഷ്യലിസ്റ്റാണ്, പൂത ഇറക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞു, പോകുമോ? അപ്പോൾ ഞാൻ പോകാം. എന്നാൽ പോണ വഴിക്ക് ആ വീടിന്റെ മൂലക്ക് നിൽക്കുന്ന വേപ്പൻ തയ്യെന്ന് ഒരു വേപ്പ് ഒടിച്ചിട്ടിട്ട് പൊക്കോളാൻ. ഇത് ഞാൻ ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു സിനിമയെ കണ്ടതാ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു 82 84 ഒരു സിനിമയെ കണ്ടതാ. ഈ ഒരു ഭൂതത്തെ പുറത്താക്കാൻ നേരത്ത് ഒരു മന്ത്രവാദി പറയുന്നു ആലുങ്കൊമ്പ് ഒടിച്ചിട്ടിട്ട് പോകാൻ. ആദ്യം പുള്ളി കണ്ടിട്ട് വന്നിട്ട് പറയാ ഒടിച്ചിട്ടിട്ട് പോകാൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ഒരു വേപ്പും ഒടിക്കണ്ട. ഇനി ഇളകുന്ന പിശാചിനെല്ലാം വേപ്പൻ തയ്യെ കെറ്റി അതിനെ ഒടിപ്പിച്ചിരുന്ന ഗതികേടൊന്നും നമുക്കില്ല. ഇവൻ ആരാ, ഇവൻ എവിടെ നിന്ന് വന്നു, ഇതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെ പണിയുണ്ട്. സ്വതന്ത്രം പറ. എന്റെ പൊന്നു ഭാഷ, ഇത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഇവന്റെ പേരും നാളും ചോദിച്ചിരിക്കാല്ല, നാളത്തെ മെസ്സേജ് തയ്യാറാക്കണം. നാളെ രാവിലെ എറണാകുളത്ത് പ്രസംഗിക്കണം, പിന്നെ ഇവിടെ പ്രസംഗിക്കണം. ഇവന്റെ നാളും വീട്ടുപേര്, ഇവന്റെ അമ്മായിയപ്പന്റെ പേര്, അമ്മായിയമ്മയുടെ പേര് ചോദിച്ചിരുന്ന നാളത്തെ മെസ്സേജ് ഉണ്ടാക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഒരൊറ്റ വാക്ക്, get out.
പുറത്തു പോന്നി യേശുവിന്റെ നാമത്തിൽ. ആത്മാവിൽ സ്തുതിച്ചു പറ. ഇനി ചോദിക്കാൻ സമയമില്ല, നാളും വീടും ചോദിക്കാൻ സമയമില്ല. അത്തരം തുറന്നു പറ. ഗെറ്റ് ഔട്ട്, പോന്നി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. വെളിപ്പോ വെളിപ്പോ വെളിപ്പോ. അതിനൊരു അധികാരമാ ദൈവം നിനക്ക് തന്നത്. പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്ന അധികാരം, ഭൂതങ്ങളുടെ മേലൊരു അധികാരം. അവ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം. എന്ത് ചെയ്യാൻ? ചവിട്ടുവാൻ. എന്ത് ചെയ്യാൻ? ചവിട്ടുവാൻ. ഈ സ്തോത്രം ഈ ആടിക്കുന്ന പോലെയല്ല. എന്ത് ചെയ്യുന്നു? നീ എന്നാടി വീട്ടിൽ പോന്നേ? എന്നെ അയാൾ അടിച്ചു. അപ്പൊ അപ്പൻ ചോദിക്കുക, അടിക്ക് മാത്രമേ ചെയ്തുള്ളൂ? ഇല്ല, ചവിട്ടിയാൻ ചെയ്തു എന്ന് വെച്ചാൽ പരിപാടി കഴിഞ്ഞെന്നർത്ഥം. അപ്പൊ കർത്താവ് പറഞ്ഞു, പാമ്പിനെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം. ആ കാല് പൊക്കി ഒന്ന് ആത്മാവിൽ ഒന്ന് ചവിട്ടിക്ക്. പൊക്കരുത് പൊക്കരുത്, ചവിട്ടി പിടിച്ചു. എന്ത് ചെയ്തേക്കണം? പൊക്കരുത്. സ്വതന്ത്രം. നിങ്ങളുടെ ദേഹത്തിരുന്ന ചൊറിയം പുഴുവിനെ നിങ്ങൾ പിടിച്ച് കുടഞ്ഞ് താഴെ ഇട്ടു. നിങ്ങളുടെ കാലേക്ക് കിടക്കുന്ന ചെരുപ്പ് കൊണ്ട് അതിനെ ചവിട്ടുക. പെട്ടെന്ന് നിങ്ങൾ കാല് പൊക്കുമോ? ഇല്ല. ചവിട്ടി പിടിച്ചിട്ട് അതിൻ്റെ ഉന്മൂലനാശം വന്നെന്ന് അന്തരാത്മാവിൽ ബോധം വരാതെ നിങ്ങൾ കാല് പൊക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ചവിട്ടി പിടിച്ചേക്കെ, എന്നിട്ട് ഞെരിക്കം കൂടി ചെയ്തോ. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, ബാലസിംഹത്തെയും. ഞാൻ ആ ഒറ്റ വെളിപ്പാടിലാണ് നിൽക്കുന്നത്. ബാലസിംഹത്തെയും ബാക്കി പറ. പെരുമ്പാമ്പിനെയും. രണ്ടുപേരോട് കൈ കൊടുത്തു. പാമ്പിനെ അല്ലെ, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? മെതിച്ചുകളെ. എല്ലാരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആമേൻ. ജോർജങ്ങളെ, ഈ ചവിട്ടുന്നതും മെതിക്കുന്നതും രണ്ടും രണ്ടാ. ഒരു സ്വതന്ത്രം പറയാൻ പറ്റുമോ? ചവിട്ടണമെങ്കിൽ അത് ചവിട്ടി കഴിഞ്ഞാൽ ഇനി ചവിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കാല് പൊക്കണം. പക്ഷെ മെതി അങ്ങനെയല്ല. കറ്റ മെതിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? കൊയ്യാൻ പോയിട്ട് വേണ്ട മെതിക്കാൻ. എൻ്റെ മൂത്ത ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ രണ്ട് പെങ്ങാന്മാർ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ വാതിക്ക പാടമാണ്, മുഴുവൻ പാടമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും കൊയ്യാൻ പോകുന്ന ആൾക്കാരാണ്. ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. അതല്ലെന്ന് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പാർസ് ഇവിടെ എന്നൊക്കെ പറയുന്നത് ചുമ്മാ ബെഡായി അടിച്ചു പിടിയാന്ന്. അതാ ചേട്ടനെ രണ്ട് പെങ്ങന്മാരെ ഇരുത്തിക്കൊണ്ട് പറയുന്നത്. അപ്പം ഞങ്ങൾ കൊയ്യാൻ പോയാൽ സ്തോത്രം, ആ പാടത്തുള്ള മുതലാളിയുടെ കൊയ്തുകൊണ്ട് പോകുന്ന കറ്റിയേക്കാൾ കറ്റ ഞങ്ങളുടെ വീട്ടിലുണ്ടാവും. കാരണം ഞങ്ങൾ 12 പേരാ കൊയ്യാൻ ഇറങ്ങി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ചെറിയുടെ വരമ്പത്ത് ഇങ്ങനെ കൂടെ കൊയ്യാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയങ്ങ് നിൽക്കും, അരിവാളും പിടിച്ച്. അപ്പൊ ഇങ്ങനെ ഇങ്ങേ അറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ നിന്നാൽ ഈ നിൽക്കുന്നതിന് മുമ്പിൽ കയറി പേരാരും എന്ത് ചെയ്യാൻ പാടില്ല, കൊയ്യാൻ പാടില്ല. ഇവിടെ നിന്ന് കൊയ്യുന്നത് അങ്ങേ അറ്റം വരെ കൊയ്യണം. അപ്പൊ ഞങ്ങൾ വീട്ടുകാരെല്ലാം കൂടി പാടത്തിറങ്ങി നിന്നാൽ ഒരു കണ്ടത്തിന്റെ പകുതി കൊയ്യും. ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞു. എന്തൊരു അസൂയ പിടിച്ച ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു മുറിക്കകത്ത് മുഴുവൻ ഉണ്ടാകും കറ്റ. അതെല്ലാം കൂടി എല്ലാം കഴിയുമ്പോഴാണ് മെതിക്കുന്നേ. അപ്പം മെതിച്ച് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുക, ഈ മെതിക്കൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ചവിട്ടി കൂട്ടിയാൽ ഇങ്ങനെ ആ മെതിക്കുമ്പോൾ ഈ കറ്റ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ വകഞ്ഞെടുക്കും, എന്നിട്ടിങ്ങനെ ചവിട്ടിപ്പിടിക്കും. ഈ വകഞ്ഞെടുത്തതിനെ ഇപ്പുറത്തെ കാലുകൊണ്ട് ചവിട്ടി വിട്ടും, എന്നിട്ടാ പിന്നെയും വകയുന്നത്. അതിനർത്ഥം എന്നാ, മെതിക്കുമ്പോൾ എപ്പോഴും ഒരു കാല് കറ്റയുടെ പെടലിക്കുണ്ടാകും. സ്വതന്ത്രം പറയാൻ പറ്റുമോ? നീ മെതിക്കാൻ തുടങ്ങുമ്പോൾ ശത്രുവിന്റെ തലയിൽ നിന്റെ ഒരു കാലുണ്ടാകും. ചവിട്ടുന്നത് പോലെയല്ല മെതിക്കുന്നത്. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ 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 ഒരു അധികാരം. ബാലസിംഹത്തെയും പെരും പാമ്പിനെ നീ എന്ത് ചെയ്യും? മെതിച്ചുകൾ. എല്ലാവരും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും ഒന്ന് വായിച്ചേ. സിംഹത്തിന്റെ മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും. മോൻ കണ്ട ദർശനം എന്നാ? ഏതിനെയാ? അണലിയെ. കണ്ടോ? ഈ വചനം കണക്ട് ആകുന്ന കണ്ടോ? വായിച്ചേ. സിംഹത്തിന്റെ മേലും അണലിമേലും. ആമൻ. ഫോർട്ട് കൊച്ചിയിലേക്ക് ഇന്ന് ജോഷോഗിനെ വെറുതെ വിട്ടതല്ല, തനിക്കൊരു വെളിപ്പാട് കൊടുത്തു വിട്ടെങ്കിൽ ആ വെളിപ്പാട് കേട്ട നമ്മൾ ഇന്ന് അതിനെ ചവിട്ടാൻ പോകുക. സിംഹത്തിന്റെ മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരും പാമ്പിനെയും.
മത്തായി 15 19 ദിവസം കേട്ട ആ മെസ്സേജ് ഞാൻ ഒന്ന് ആവർത്തിക്കുന്നു. മത്തായി 16, 15, 16, 19. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന് പുത്രനായ യേശു അവനോട് പറയുവാനാ, ശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായി എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യത്തില്ല. ഈ 20ാമത്തെ ദിവസം വീണ്ടും ദൈവം പറയുന്നു, ഒരു പാതാള ഗോപുരവും കുഞ്ഞെ നിന്നെ ജയിക്കത്തില്ല. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ ഈ വചനം നിങ്ങൾ വിശ്വസിക്കണം. ഒരു പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. 19ാമത്തെ വാക്യം കരമുയർത്തിപ്പിടിച്ചോ. ഞാൻ ആത്മാവി പ്രവചിച്ചു പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അവൻ നിങ്ങൾക്കല്ല. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഏകവചനമാണ്, ബഹുവചനമല്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോല് ഞാൻ നിനക്ക് തരുന്നു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ആ താക്കോല് ദൈവം തരാൻ പോകുക. ചിലതിനെ അടക്കാൻ, ചിലതിനെ തുറക്കാൻ. ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. അവൻ പറഞ്ഞത്, അവന്റെ കയ്യിൽ ഒരു താക്കോൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഏലിയാവോ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, അവൻ പറഞ്ഞപ്പോൾ അത് സംഭവിച്ചെങ്കിൽ ഇന്ന് പക ദൈവ പൈതലേ, ആ താക്കോല് ദൈവം നിനക്ക് തന്നിരിക്കുക. നീ അടച്ചാൽ അടച്ചതാ, നീ തുറന്നതാ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പ്രവചിച്ചുകൊണ്ട് പറ, എവിടേക്കെയോ നീ അടച്ച് അതിന്ന് ഞാൻ തുറക്കുക. ആത്മാവി പ്രവചിച്ചു പറ, ഞാനത് തുറക്കുന്നു. സഭ തുറക്കുന്നു. ദൈവസഭ ഇന്ന് മക തുറക്കുക. ദൈവസഭ ഇന്ന് പകൽ തുറക്കുക. തീർന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം ഇനി ഞാൻ നിർത്തുന്നില്ല, വേഗം പോകുക. നിങ്ങൾ എൻ്റെ കൂടെ വരണേ, എന്നിട്ട് നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. ലൂക്കോസ് 9:1. അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അവൻ മക്കളെ ഇതൊന്ന് ശ്രദ്ധിച്ച്, അവൻ ആ വാക്യമൊക്കെ നിങ്ങൾ അകത്തങ്ങ് കയറ്റിയിട്ടോ. അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു. എൻ്റെ യേശുവിന് അസൂയയില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞു, അതിന് ഈ ഹല്ലേലൂയ പോരല്ലോ. എൻ്റെ യേശുവിന് എന്തില്ല? ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഒരുത്തൻ അഭ്യാസം പഠിക്കാൻ പോയി. അവിടെ ചെന്ന് പഠിച്ചു. എത്ര അടവുണ്ട്? സൗരന്മാരെ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ അവര് പറയുന്നു 18 അടവ്. ആരും ഇത് അനുഭവിച്ചിട്ടുണ്ട്. ആരും ഒരാൾ പറഞ്ഞു 18 അടവ്. ഓക്കെ, എന്തുവാകട്ടെ. അപ്പൊ 18 അടവ്, അഭ്യാസത്തിന്റെ 18 അടവ്. അപ്പൊ ഞാൻ വിനിയുടെ അടുത്ത് വന്നു അഭ്യാസം പഠിക്കാൻ. വിനി എന്നെ എത്ര പഠിപ്പിച്ചാലും 17 പഠിപ്പിക്കും. എന്നാന്നറിയോ? അവസാനം ഞാൻ പറ ആശാനായിട്ട് കയറി പണിയും. അപ്പോ ഞാൻ ചെന്ന് എന്നെ എത്ര പഠിപ്പിച്ചോളൂ പുള്ളി? വേഗം പറ. 17 പഠിപ്പിച്ചോളൂ. സ്തോത്രം. എൻ്റെ അടുത്ത് ആൽബിൻ പഠിക്കാൻ വന്നു. ഞാൻ എത്ര പഠിപ്പിക്കുള്ളൂ? 16. ആൽബിൻ്റെ അടുത്ത് ശോഭലി എന്ന് പഠിക്കാൻ എത്ര പഠിപ്പിച്ചു? 15. അങ്ങനെ വന്ന് അവസാനം പഠിച്ചവൻ്റെ അടുത്ത് എത്ര കിട്ടി? 1 കിട്ടിയുള്ളൂ. അവൻ്റെ അടുത്ത് വേറൊരുത്ത പഠിക്കാൻ വന്നു. അവനെ എന്ത് പഠിപ്പിച്ചു? 0. അവൻ തല്ലുകൊണ്ട് ചാകും. ഇവിടെ ആരൊക്കെ എന്തൊക്കെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും ഒരു ഇച്ചിരി മാറ്റി വെച്ചേ പഠിപ്പിക്കത്തുള്ളൂ. സ്വത്രം എന്ന് പറഞ്ഞേ മക്കളെ, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചേക്കും. നിങ്ങൾ എവിടെ പോയി പഠിച്ചെന്ന് പറഞ്ഞാലും ഇതിനകത്തെല്ലാം ഒരു ഭയങ്കര കുട്ടൻസ് കിടപ്പുണ്ട്. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. അതെവിടെയെങ്കിലും മാറ്റി വെച്ചേ പഠിപ്പിക്കത്തുള്ളൂ. സ്വത്രം പറഞ്ഞേ. ഒരല്ലെന്ന് പറഞ്ഞു. വടക്കൻ മലബാറിലെ ഈ നല്ലപോലെ പാചകം വെക്കുന്ന ഒരു പച്ചക്കറി പാചകം വെക്കുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി പാചകം കറിയൊക്കെ വെച്ചാൽ വില കടിച്ചു ചെയ്യുന്നു. പായസം എന്നൊക്കെ പറഞ്ഞാൽ ഗ്ലാസ്സിൽ ഇങ്ങനെ ഇട്ട് നിൽക്കും. നെയ്യ് അവിയലെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ. പുള്ളിയുടെ ഏറ്റവും രസം ഇഞ്ചിക്കറിയ. അതിങ്ങനെ എടുത്ത് ഇങ്ങനെ തോണ്ടി വെച്ചാ
ഇറക്കങ്ങ്. 20ാമത്തെ ദിവസം ഇവിടെയാ പോരാട്ടോ അല്ലേ. ഭയങ്കര ടേസ്റ്റാ മോനെ, ഭയങ്കര ടേസ്റ്റാ. അപ്പൊ ഈ മനുഷ്യനെ പാചകത്തിൽ കിട്ടാൻ വേണ്ടി ഭയങ്കര ഇടിയാ. അപ്പൊ കുറെ പേര് ഇങ്ങനെ നോക്കിയാ എന്താ ഇതിന് ഇത്രയും പച്ചക്കറിക്കൊക്കെ ഇത്രയും ടേസ്റ്റ് വരാൻ കാര്യം എന്നാ. അപ്പൊ ഒരുത്തനെ ഇയാളൊരു കാര്യമുണ്ട്, ഈ പച്ചക്കറി വെക്കുമ്പോൾ പാതിരാക്കെ വെക്കൂ, ആരെയും കാണിക്കത്തുമില്ല, ആരെയും കയറ്റത്തുമില്ല. ഒരുത്തനത് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അവസാനമായി ഇത് കണ്ടുപിടിച്ചത്, ഇയാള് ഒരു കിഴി കൊണ്ടുവരും. ഈ കിഴിക്കകത്ത് മുഴുവൻ ഈ ഉണക്ക ചെമ്മീൻ വറുത്ത് പൊടിച്ചത് ഈ പുള്ളി വിതറും. ഇതൊന്നും പോയി ആരോടും പറഞ്ഞു കൊടുക്കരുത്. ഉണക്ക ചെമ്മീനെ വറുത്ത് പൊടിച്ചിട്ട് ഈ പൊടി മസാല പോലെ പൊടിച്ചിട്ട് ഈ ഇതിനകത്ത് ഈ പച്ചക്കറിക്കകത്തെല്ലാം പുള്ളി എന്ത് ചെയ്യും? അപ്പൊ പറയുന്നത് ഈ വരുന്ന പാചകക്കാരൻ എന്തോ ഒരു പൊടി വിതറും, അന്യായ ടേസ്റ്റാന്നാ പറയണേ. സ്തോത്രം പറഞ്ഞേ. അവസാനം ഇവൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ പോലെ ആമേൻ സ്തോത്രം. ഇതിനകത്തൊക്കെ എല്ലാം ഒരു കുട്ടൻസ് ഉണ്ട്. പക്ഷേ ഇവിടത്തെ ഒരു നേതാവും ഇവിടത്തെ ഒരു ആശാനും എല്ലാം പഠിപ്പിക്കത്തില്ല. പക്ഷേ എല്ലാം എറിഞ്ഞിട്ട് പഠിപ്പിക്കുന്നത് നമ്മുടെ അപ്പനാ. മനസ്സിലായെങ്കിൽ ഒരു ആമേൻ പറ. എന്ന് വെച്ചാൽ അവനൊന്നും മറച്ചു വെച്ച് പഠിപ്പിക്കത്തില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോല് തമ്പുരാൻ കൊടുത്തിട്ട്, ഇന്ന താക്കോല് നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ, നിനക്ക് ഇഷ്ടമുള്ള പഠിച്ചോ. ഒരു ഹല്ലേലൂയ പറ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഈ നമ്മുടെ സ്തോത്രം, നമ്മുടെ പണ്ട് ഉള്ള വീട്ടിലെ അമ്മച്ചിമാരൊക്കെ ഉണ്ടല്ലോ, ഇച്ചിരി കയ്യിൽ ഇത്തിരി ചുക്കളിയൊക്കെ ഉള്ള നമ്മുടെ അമ്മച്ചിമാരില്ലേ, പഴയ അമ്മച്ചിമാർ, അപ്പച്ചന്മാർ. ഈ അമ്മച്ചിമാരുടെ ഈ ചട്ടം കൊണ്ട് കൊടുക്കുന്ന അമ്മച്ചിമാരുടെ അരയിൽ എപ്പോഴും എന്ത് കിടക്കും? ഒരു താക്കോല് കിടക്കും. കണ്ടിട്ടുണ്ടോ? ഉറക്കത്തിൽ പോലും ഈ താക്കോൽ അവർ അഴിച്ചു വെക്കത്തില്ല. ഈ താക്കോൽ അഴിച്ചു വെക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാലയും കമ്മലും ഒക്കെ ഊരിക്കൊണ്ട് പെട്ടിക്കകത്ത് വെച്ച് പൂട്ടി അമ്മച്ചി ഈ അരയിട്ടേക്ക് എന്ത് താക്കോൽ ആർക്കും കൊടുക്കത്തില്ല. പിന്നെ ഈ തള്ള ചത്തെന്ന് കാണുമ്പോ ഈ താക്കോലിനെ ഇടി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? യേശു തമ്പുരാൻ വന്നിട്ട് താക്കോൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതേ എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ താക്കോലല്ല, ഇത് സ്വർഗരാജ്യത്തിന്റെ താക്കോല. ദൂത മനസ്സിലായെങ്കിൽ ഇങ്ങനല്ല നീ ആരാധിക്കുന്നേ. ഇതേ അവൻ എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ താക്കോലല്ല, ഇത് ദൈവരാജ്യത്തിന്റെ താക്കോല, ഇത് സ്വർഗരാജ്യത്തിന്റെ താക്കോല. ഇത് ദൈവം നിന്റെ കയ്യിൽ തരികയാ. നീ തുറന്നതാ, നീ അടച്ചതാ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതങ്ങ് സ്വീകരിച്ചിട്ട് പറ. അവൻ 12 വരെ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും. ഭാഷ ഒന്ന് പറഞ്ഞ സകല ഭൂതങ്ങളുടെ മേലും. ആ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ, കർത്താവേ, ഈ വചനം സത്യമാണെങ്കിൽ ഇന്നു മുതൽ ആ ശുശ്രൂഷ എന്നിൽ ആരംഭിക്കണം. ഈ വചനം സത്യമാണെങ്കിൽ ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സകല ഭൂതങ്ങളും സകല വ്യാധികളും സൗഖ്യമാകണം. വ്യാധികൾ സൗഖ്യമാകണം, രോഗങ്ങൾ സൗഖ്യമാകണം, ക്യാൻസറുകൾ സൗഖ്യമാകണം, മുഴകൾ അപ്രത്യക്ഷമാകണം. ദൈവദാസിമാരെ, അതിനുള്ള അഭിഷേകം ദൈവം നിനക്ക് തരും. രോഗികളെ കണ്ടാൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ 20ാമത്തെ ദിവസം ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ മേൽ രോഗശാന്തിയുടെ വരം, ഭൂതങ്ങളെ പുറത്താക്കാനുള്ള വരം ദൈവം നിന്റെ മേൽ പകരുന്നു. ഏറ്റെടുക്കേണ്ടവർ ഏറ്റെട്, വിശ്വാസത്താൽ ഏറ്റെട്. ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നു മുതൽ നിന്റെ ശുശ്രൂഷ ദൈവം ചേഞ്ച് ആക്കും. എനിക്കറിയാം ആ അഭിഷേകം നിന്റെ മേൽ വന്നു എന്നുള്ളതിന്റെ തെളിവ് നിന്റെ തലക്ക് തീ പിടിക്കാൻ പോകുക, നിന്റെ കരങ്ങളിൽ തീ പിടിക്കാൻ പോകുക. ചിലർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് പോലെ, ഒരാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഇന്ന് പകൽ പതിയും. ഓ ഈ സത്യമാന്തേ, ഈ വചനം സത്യമാ. അമ്മേ വിട്ടേര് മക്കളെ, വിട്ടേരെ. മർക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 18, 19, 20. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്ത് കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് സത്യമായി ഞാൻ പറഞ്ഞു. 19-ാം വാക്യം, ഭൂമിയിൽ വെച്ച് 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് യേശു പറഞ്ഞു.
പറഞ്ഞു, നിങ്ങൾ കെട്ടിയാൽ സ്വർഗത്ത് കെട്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് യേശു പറയാ, നിങ്ങളുടെ നടുവിൽ ഞാനുണ്ട്. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ നിങ്ങളുടെ നടുവിൽ ഞാനുണ്ട്. നിങ്ങൾ പറയുമ്പോൾ അത് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ദൂത് മനസ്സിലായോ? 2-3 പേര് എന്റെ നാമത്തിൽ അവിടെ കൂടിയാലും അവിടെ നടുവിൽ ഞാനുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ മതി, വിശ്വാസത്താൽ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. ഇത് പേടിയാണോ? നിങ്ങൾ പറഞ്ഞാൽ സംഭവിക്കും. 2-3 പേര് 4 പേരോടും ഇടം വലം ഒക്കെ തിരിഞ്ഞു പറ, ഇന്ന് നമ്മൾ പറഞ്ഞാൽ സംഭവിക്കും. വേഗം വാ, നമ്മൾ ആരാധിക്കാൻ പോവുക. മത്തായി 28:18 യേശു അടുത്തിയെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. റോമാലേഖനം 13:1 ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരികൾക്ക് കീഴടങ്ങിയിരിക്കുന്നു, എല്ലാ അധികാരവും ദൈവം നിയമിച്ചിരിക്കുന്നു. അവിടെ വായിക്കുന്നു, ഒരധികാരവും ഇല്ലല്ലോ. അവൻ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെ മോനെ? 13:1 കേട്ടോ, എല്ലാവരും വായിച്ചോ. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരികൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഈ ഭൂമിയിലില്ല. ഉള്ള അധികാരങ്ങളോ മനസ്സിലായില്ല മോനെ? ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഈ ഭൂമിയിലില്ല. എന്തെങ്കിലും ഒരു അധികാരം ഉണ്ടെങ്കിൽ അത് നമ്മുടെ തമ്പുരാനില. ഒരു വാക്യം എന്റെ ഉള്ളിൽ വരുന്നുണ്ട്, എനിക്ക് തോന്നുന്നു കൊലോസ്യർ 1:19 തോന്നുന്നു. ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ, അല്ലെ? അങ്ങനെയല്ലേ ഒരു വാക്യം? എല്ലാം അല്ലെ, വാഴ്ചകളും അധികാരങ്ങളും ആമേൻ എല്ലാം അവനായിട്ടും പിന്നെ അവന് വേണ്ടിയും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും. കണ്ടോ? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എന്ന് വെച്ചാൽ കാണുന്നതും കാണപ്പെടാത്തതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ, എല്ലാ അധികാരവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. ദൈവമക്കളെ, നമ്മുടെ തമ്പുരാന് കീഴ്പ്പെടാത്ത ഒരു അധികാരവുമില്ല. കർത്താവിന് സ്തോത്രം. അത് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ, നമ്മുടെ തമ്പുരാന് കീഴ്പ്പെടാത്ത ഒരു അധികാരവും ഇല്ല. 20ാമത്തെ ദിവസം എന്റെ മെസ്സേജ് നിർത്താൻ പോകുന്നു. 10 മിനിറ്റ് കൂടി ഉണ്ട്, എന്നിട്ട് നമ്മൾ ആരാധിക്കാൻ പോകുക. അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം പറയുന്നു, എല്ലാ അധികാരവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. അല്ലേ? സ്തോത്രം. 1 യോഹന്നാൻ 4:4 ഇനി വായിക്കണമെന്നില്ല, ഞാൻ അങ്ങ് വായിച്ചു വിട്ടേക്കാം, സമയം പോകുന്നുകൊണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ. 1 യോഹന്നാൻ 4:4. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ. എത്ര പേര് പറയും ഞാൻ ദൈവത്തിൽ നിന്നുള്ളവരാണ്? പോരാ, അടുത്തിരിക്കുന്ന ആളോട് കൈ മുഖത്തോട് തുക, ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാ. പറഞ്ഞേ, ഞാൻ എവിടെ നിന്നുള്ളതാ? ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാ. അടുത്ത വാക്യം, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാ. അങ്ങനെയാണെങ്കിൽ അവരെ ജയിച്ചുമിരിക്കുന്നു. ആര്? നിനക്കെതിരെ നിൽക്കുന്ന അന്ധകാരത്തെ നീ ജയിച്ചിരിക്കുന്നു. പോരാ, കാരമാടിച്ച് നന്ദി പറ. നിങ്ങളിലുള്ളവൻ പറ എല്ലാരും പറ, നിങ്ങളിലുള്ളവൻ, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ എന്നിലുള്ളവൻ ആരാ? ഉള്ളവനേക്കാൾ വലിയവൻ. ആ വാക്യല്ല, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയ. ഇനി ആ നിങ്ങൾ എന്നുള്ളത് മാറ്റിയിട്ട് എന്നിൽ എന്ന് പറഞ്ഞേ. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ആരാ ലോകത്തിലുള്ളവൻ? സാത്താൻ. ലോകത്തുള്ളവൻ സാത്താനാ, ലോകത്തുള്ളവൻ പിശാചാ. പക്ഷെ നിന്റെ അകത്തുള്ളവൻ അവനേക്കാൾ വലിയവനാ. ഒരു ഹല്ലേലൂയ പറ ദൈവ പൈതലേ. സ്തോത്രം. ഇന്ന് എന്തിനാ നീ ഭാരപ്പെടുന്നേ? എന്തിനാ നീ ഭയപ്പെടുന്നത്? മക്കളെ, എന്തിനാ നിങ്ങൾ നിരാശപ്പെടുന്നേ? നിന്റെ കൂടെ ഉള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. എന്നിട്ട് ആ സ്തോത്രം, എബ്രായ ലേഖനം അതിനകത്ത് പറയാണ്, 13 നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. എന്നിട്ട് അതെല്ലാം വിട്ടേക്ക്. യാക്കോബിന്റെ ലേഖനം 4:7 ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്തേൽപ്പീൻ. ആ വാക്യം എല്ലാവരും ഒന്നുറക്കെ പറഞ്ഞേ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. മോൻ എന്താ കരയുന്നേ? കുഞ്ഞ
കൊടുത്തു, ബാക്കിലോട്ട് പോയി കൊണ്ട് അവിടെ പോയിക്കോ, ഒന്നെടുത്തോ കൊച്ചിനെ, ടോയ്ലറ്റിലോട്ട് പോകണമെന്ന്, എന്താണെന്നറിയില്ല. ഓക്കെ, നടക്കട്ടെ. ഓക്കെ, അവൻ്റെ അമ്മ അവിടെ ഉണ്ട്, വിട്ടോ. വായിച്ചേ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. നിങ്ങൾ ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങുവിൻ. അപ്പോ ദൈവത്തിന് കീഴടങ്ങിയാൽ പിശാചിനോട് എതിർത്ത് നിൽക്കണം. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പേര് ചോദിക്കണോ? പിന്നെ ഓടും. അവൻ നിങ്ങളെ വിട്ട് ഏത് വഴിയാന്നറിയില്ല, മതലും പൊളിച്ചു പോകും. നിങ്ങൾ ദൈവത്തിനങ്ങ് കീഴടങ്ങിയാൽ മതി. ഇന്ന് നിങ്ങൾ ഈ ആരാധന കഴിയുമ്പോൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ഇതിനകത്തൊക്കെ ഒരു ഹോളൊക്കെ ഉണ്ടാവും. ഇന്ന് നമ്മുടെ മതലിലൊക്കെ ഒരു ഹോളൊക്കെയാണ്, ഒരു അല്ലിലെന്ന് പറഞ്ഞ്. പറയണോ? പറഞ്ഞേക്കാം അല്ലേ? ഇത് മറക്കാതിരിക്കാൻ. ഞാനൊരിക്കലും എറണാകുളത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ആരോടും പറയുമോ? പറയരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരോടും പറയും. അതുകൊണ്ടേ അപ്പം ഞാൻ എറണാകുളത്ത് നിൽക്കുമ്പോൾ സിന്തമ്മ എന്നെ വിളിച്ചിട്ട് ചേച്ചി എന്നാ പറ്റി? അതെ, ഒരു 4 പേര് വീട്ടിനകത്ത് വന്ന് കയറിയിരിക്കുന്നു. അവര് പോകുന്നില്ല. അവരെന്നാ പറയുന്നത്? അവർക്ക് പാസ്റ്ററെ കാണണം. എന്തിനാ എന്നെ കാണുന്നേ? അവർക്ക് ഇച്ചിരി പൈസ വേണം. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, കണ്ടിട്ട് കുഴപ്പക്കാരാ, പ്രശ്നക്കാരാ. ഞാൻ പറഞ്ഞു, ഞാൻ എറണാകുളത്തുനിന്ന് വരുമ്പോ താമസിക്കും. ഇവള് പറഞ്ഞു, ഞാൻ ഒറ്റക്ക, ഇവന്മാർ കുടിച്ചിട്ടുണ്ട്. വിറച്ചായി വിളിക്കുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എഡിസൺ പാഷ ഇവിടെ ഉണ്ട്. ഇവിടെ എഡിസൺ പാഷ കൊച്ചിയിൽ കാണും, ഞാൻ എഡിസൺ പാഷിനെ പറഞ്ഞു വിടാം. അങ്ങനെ ഞാൻ പറഞ്ഞു, എഡിസൺ പാഷിനെ വേഗം ചെല്ല്, അവിടെ വീട്ടിൽ കയറി 4 കള്ളുകൂടിയന്മാരിയിരിക്കുന്നു, അവന്മാർ പ്രശ്നമാണ്, സിന്തമ്മ വിറച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയെല്ലാം പറഞ്ഞു. അങ്ങനെ എഡിസൺ പാഷ ഇവിടെ വന്ന് നോക്കുമ്പോൾ പൊക്കത്തിരിക്കുക. എഡിസൺ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണം? താനാരാ? അത് ഞാൻ പാസ്റ്ററിന്റെ കൂടെ നിൽക്കുന്ന പാസ്റ്ററാ. തന്നോടൊന്നും ഞങ്ങൾക്ക് പറയാനില്ല, പാസ്റ്റർ വിളിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, എഡിസൺ എന്താന്ന് ചോദിച്ചു. പറഞ്ഞു, ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് എന്ത് വേണം? പൈസ വേണം. പൈസ തരാതെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല. ഇന്ന് മണ്ടേ കയറിയിരിക്കുക, പൊക്കത്ത് കയറിയിരിക്കുക. അപ്പൊ ഈ എഡിസൺ വിളിച്ചിട്ട്, ഇന്ന് പൊന്നു പാസ്റ്റേ, അവര് പോകത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? എന്നൊരു കാര്യം ചെയ്യും, അവരോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എറണാകുളത്ത്, എൻ്റെ കൂടെ ആരോ ഉണ്ട്, എറണാകുളത്ത് നിന്ന് ഞാൻ വന്നു, വണ്ടി പാർക്ക് ചെയ്തു. ഞാൻ വരുമ്പോൾ ഇവർ 4 പേരും സോഫ സെറ്റ് ചെയ്തിരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഓക്കെ, എന്താ കൈയൊക്കെ തന്നു. ഭയങ്കര പരിചയം. അവർക്ക് കാശ് വേണം, കുടിക്കണം, കുപ്പി മേടിക്കണം, കാശ് വേണം. ഞാൻ നേരെ വന്ന് ആ ഡോറിൻ്റെ കുറ്റി ഇട്ടു. പാൻറ് മാറി മുണ്ടെടുത്തു. മുണ്ട് മടക്കി കുത്തിയിട്ട് ചോദിച്ചു, ആർക്കാടാ പൈസ വേണ്ടേ? ഒരുത്തൻ ഈ ഡോറ് തുറന്നിട്ട് ഒറ്റ ഓട്ടം. രണ്ടാമത്തവൻ സ്റ്റെപ്പ് കണ്ടില്ല, അവിടെ നിന്ന് ചാടി വീണോടി. മൂന്നാമത്തവൻ ചെരുപ്പെടുക്കാതെ ഓടി. നാലാമത്തവൻ മതിൽ ചാടി. ഒരുത്തൻ പടിഞ്ഞോട്ട് ഓടി, ഒരുത്തൻ കിഴക്കോട്ട് ഓടി. ഇത് കണ്ട ഒരാൾ അവിടെ നിന്ന് ചോദിച്ചു, എന്താ ഓടുന്നേ? പുള്ളി ഭാഷയല്ല, പുള്ളി ഗുണ്ടയാന്ന്. ഒരുത്തൻ പോകുന്ന വഴി ആ പച്ചനോട് പറഞ്ഞിട്ട് പോയി, ആ പുള്ളി ആരാ ഭാഷ എന്ന് പറഞ്ഞേ? അവൻ കൊട്ടേഷൻ ടീമാന്ന്. അന്ന് എനിക്ക് മനസ്സിലായി, ചിലതിനോട് എതിർത്ത് നിന്ന നീ കൈയും പൊക്കണ്ട, കാലും പൊക്കണ്ട, തന്നെത്താൻ ഓടിപ്പോയേക്കും. എന്ന് വെച്ചാൽ നിന്റെ മേൽ ഒരു അധികാരം ഉണ്ടെന്നേ. നീ ചുമ്മാ കഞ്ഞാകുഞ്ഞ പറയാതെ അങ്ങ് അധികാരത്തോടെ നിൽക്ക്. നീ രാമൻ നിന്റെ സമയം കളയാതെ രാമൻ എതിർത്തങ്ങ് നിൽക്ക്. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. എന്ന് പറഞ്ഞേ, നമ്മൾ ഈ പിശാചിന്റെ അടുത്ത് ചെന്നിട്ട്, പിശാചേ, സാത്താനെ പോവോ? അപ്പൊ തന്നെ മനസ്സിലായി, നീയും കഞ്ഞിയാ, പിശാചും കഞ്ഞിയാന്ന്. അങ്ങനെയൊന്നും നിൽക്കരുത്. അവൻ്റെ അടുത്ത് ചെന്നിട്ട് പോകുമോ പോകത്തില്ലയോ എന്നൊന്നും പറയരുത്. ഞാൻ ഇന്ന് പറയാണ്, ഇന്ന് തൻ്റെ ഇടത്ത് 20ാമത്തെ ദിവസമല്ലേ, നല്ല തൻ്റെ ഇടത്തോടെ എഴുന്നേറ്റ് നേരെ വീട്ടിലോട്ട് ചെന്നിട്ട്, ഓടാ പിശാചേ ഒന്ന് പറഞ്ഞേ.
അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറ, ഇന്ന് എതിർത്ത് നിൽക്കണം. ശരിക്കും കൈ കൊടുത്തിട്ട് ആ കൈ കൊടുക്കുമ്പോൾ എനിക്കറിയാം, നിങ്ങളുടെ ആ മുഖഭാവം കാണുമ്പോൾ അറിയാം എത്രമാത്രം. എന്ത് ചെയ്യണം? ഇതിനെ പേടിക്കരുത്, പ്രാർത്ഥിക്കുക അല്ലേ, എതിർക്കരുത്, പ്രാർത്ഥിക്കുക. സ്വതന്ത്രം. ഒരു ചർച്ചിലെ ഒരു ഭൂതം ഇളകി. ഒരു ഭൂതം, വേഗം നിർത്താം. ഭൂതം ഇളകിയിട്ട് ഇതങ്ങ് അലറി വിളിക്കാൻ തുടങ്ങി. അലറി വിളിച്ചു. പാസ്റ്റ് അടക്കം ഇറങ്ങി ഓടി. കാരണം അതുപോലൊരു പിശാച് അലറി നിൽക്കുക. പാസ്റ്റ് അടക്കം ഓടി. അവസാനം ഒരു മനുഷ്യൻ അവിടെ ഫണ്ടിയിരിക്കുക. ആ പിശാച് വന്നിട്ട് ഇവനോട് ചോദിച്ചു, നിനക്ക് പേടിയില്ലേടാ? എനിക്ക് പേടിയില്ല. ഞാൻ നിന്നെ കൊന്നു, ഞാൻ നിന്നെ അടിച്ചു, ഞാൻ നിന്നെ എന്തൊക്കെ ചെയ്യാതെ എല്ലാം ചെയ്യും, എന്ത് വേണ്ടതും ചെയ്തു. അവസാനം പിശാച് അങ്ങ് മടുത്തു. പിശാച്, നിനക്ക് എന്നാ പേടിയില്ലാത്ത? ആ പുള്ളി പറഞ്ഞിടാ, 35 വർഷമായിട്ട് നിന്റെ പെങ്ങളുടെ കൂടിയാണ് ഞാൻ താമസിക്കുന്നത്. മനസ്സിലായില്ലല്ലേ? 35 വർഷമായിട്ട് അവളുടെ കൂടെ ജീവിച്ചിട്ട് പേടിക്കാതെ ഇന്നും ജീവിക്കുന്നെങ്കിലാ പിന്നെ അളിയന്റെ കൂടെ ഒരല്ലല് എന്ന് പറ. പോരാടി നിൽക്കുകന്നേ. ഈ 20-ാമത്തെ ദിവസം ദൈവം നിന്റെ മേൽ അത് പകരും. ദൈവം പകരും. ആമേൻ. ആകിയ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാചിനോട്. എനിക്ക് ആ വാക്യം ഇഷ്ടപ്പെട്ടു. എന്നാൽ അവൻ നിങ്ങളോട്ട് ഓടിപ്പോകും. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എല്ലാരും പറ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. പറ. അധികാരത്തോടെ പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ. ജയം എനിക്കുണ്ട്. പറഞ്ഞിട്ട് നമുക്ക് ആരാധിക്കാം. ആമേൻ. 2 കൊരിന്ത്യർ 10:3. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ എന്തല്ല, ജഡികമല്ല. അടുത്ത വാക്യം, കോട്ടകളെ. അപ്പൊ 20-ാമത്തെ ദിവസം എന്ത് ചെയ്യണം? കോട്ടയെ. എല്ലാവരും പറഞ്ഞു കോട്ടയെ എന്ത് ചെയ്യണം? 20-ാമത്തെ പകൽ ദൈവജനത്തോട് ഞാൻ പ്രവചിച്ചു പറയുന്നു, നിനക്ക് ചുറ്റും കെട്ടിയ കോട്ടമതിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഇടിക്കണം. ഇടിയണം. അത് തകരണം. അത് ഏത് ഹെരിഹോമാണെങ്കിലും ഇന്ന് പകൽ അത് അടയണം. ഇന്ന് പകൽ അത് പൊളിഞ്ഞു മാറട്ടെ. പറ. കോട്ടകളെ ഇടിപ്പാൻ. അടുത്ത വാക്യം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു കേട്ടോ. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. എന്നാൽ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം. ദൈവം അവരെ അനുഗ്രഹിച്ചു. എല്ലാവരും പറഞ്ഞു, ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി. എല്ലാരും ആ വാക്യം ഒന്ന് വായിച്ച മോനെ. എല്ലാരും വായിച്ചേ. ദൈവം അവരെ അനുഗ്രഹിച്ചു. കരം ഉയർത്തി പറ, ദൈവം അവരെ. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളെ ഇന്ന് പകൽ അനുഗ്രഹിക്കുന്നു. 20-ാമത്തെ പകൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. നിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുന്നു. നിന്റെ ബിസിനസ് ദൈവം അനുഗ്രഹിക്കുന്നു. നിന്റെ ആമേൻ മാവ് കിടക്കുന്ന കൊട്ട ദൈവം അനുഗ്രഹിക്കുന്നു. നിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുന്നു. നിന്റെ കന്നുകാലിയുടെ പേരും പിറപ്പും ദൈവം അനുഗ്രഹിക്കുന്നു. ഏദൻ തോട്ടത്തിനകത്ത് ആമേൻ 1-ാമത്തെ ആദാമിയ വർഗത്തോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ആമേൻ പറഞ്ഞേറ്റത് 20-ാമത്തെ ദിവസം ഞാൻ ആത്മാവി പ്രവചിച്ച് പറയുന്നു, അവൻ സഭ വളരും, സഭ വർദ്ധിക്കും, സഭ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം വർദ്ധിക്കും, നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും. ആമേൻ പറഞ്ഞേറ്റത്. ആമേൻ. ദൈവവചനം പറയുന്നു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകി